അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ 2024 ഏപ്രിൽ നടന്ന കാറ്റഗറി 1-ൻ്റെ മാത്സിലെ ഉത്തരങ്ങളാണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പൊതുതത്വം, നിർവചനം, സൂത്രവാക്യം തുടങ്ങിയ ഗണിതാശയങ്ങൾ ആദ്യമേ പ്രസ്താവിക്കുകയും സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയും. അവയുപയോഗിച്ച് ഗണിത പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യുകയും ചെയ്യുന്നു. ഈ പ്രസ്താവന ഏത് പഠന രീതിയെക്കുറിച്ചാണ് പറയുന്നത്? എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ നിർവചനം അല്ലെങ്കിൽ ഒരു പ്രൂഫോ ഒരു ജനറൽ പ്രിൻസിപ്പിളോ ഒരു ഡെഫിനിഷനോ അല്ലെങ്കിൽ ഒരു ഫോർമുലയൊക്കെ നമ്മൾ ആദ്യമേ പറയും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അത് വെച്ചുകൊണ്ട് നമ്മൾ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുവാണെങ്കിൽ അത് ഏത് രീതിയാണെന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ ആഗമന രീതി, ഓപ്ഷൻ ബി നിഗമന രീതി, ഓപ്ഷൻ സി പ്രൊജക്റ്റ് രീതി, ഓപ്ഷൻ ഡി അപഗ്രഥന രീതി. നമുക്കറിയാം എന്താണ് പ്രൂഫിൽ നിന്നും എക്സാമ്പിളിലേക്കാണ് വരുന്നത് അല്ലേ? പ്രൂഫ് ടു എക്സാമ്പിളാണ്. പ്രൂഫിൽ നിന്നും എക്സാമ്പിളിലേക്ക് വന്നാൽ അത് ഏതാണ്? നമ്മുടെ നിഗമന രീതി. അഥവാ നമ്മൾ പറയാണ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ അല്ലേ, ഹാഫ് ബി എച്ച്, അല്ലെങ്കിൽ നമുക്കറിയാം ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എൽ ഇൻറ്റു ബി, ഏരിയ ഓഫ് എ സ്ക്വയർ എ സ്ക്വയർ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ കണ്ടോ തത്വം നമ്മൾ ആദ്യമേ പറഞ്ഞു, അല്ലെങ്കിൽ പ്രൂഫ് നമ്മൾ ആദ്യമേ പറഞ്ഞു. ശേഷം നമ്മൾ എങ്ങോട്ട് വരും? ഓരോ ചെറിയ കണക്കിലേക്ക് വരുവാണെങ്കിൽ എന്താണ്? നമ്മൾ പ്രൂഫിൽ നിന്നും എക്സാമ്പിളിലേക്ക് വരുവാണ്. ആ ഒരു രീതിയാണെങ്കിൽ അത് നിഗമന രീതിയാണ്. ഇനി നേരെ തിരിച്ച് എക്സാമ്പിളിൽ നിന്നും പൊതുതത്വമാണെങ്കിൽ, എക്സാമ്പിളിൽ നിന്നും പ്രൂഫ് ആയിരുന്നെങ്കിൽ ഏത് വന്നേനെ? ആഗമന രീതി വന്നേനെ, ഇൻഡക്റ്റീവ് മെത്തേഡ് വന്നേനെ കേട്ടോ. ഓർത്തിരിക്കണം, എക്സാമ്പിളിൽ നിന്നും പ്രൂഫിലേക്ക് വരുന്നത് ആഗമന രീതിയും പ്രൂഫിൽ നിന്നും എക്സാമ്പിളിലേക്ക് വരുന്നത് നിഗമന രീതിയും. പ്രൊജക്റ്റ് രീതി എന്താണെന്ന് നമുക്കറിയാം. കുറച്ചും കൂടി ഉയർന്ന ലെവലിലുള്ള ഒരു ഗണിത ആശയ രൂപീകരണ ഘട്ടമാണ് ഈ പറയുന്ന എന്തെന്ന് പറയുന്നത് പ്രൊജക്റ്റ് രീതി. അത് ഗവേഷക മനോഭാവത്തിൽ നമ്മൾ ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്നതാണ് പ്രൊജക്റ്റ് രീതി. പിന്നെ അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപഗ്രഥന രീതി. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുവാണ്. ഇപ്പോൾ രാമു കടയിൽ പോയി 30 രൂപയ്ക്ക് പഞ്ചസാരയും 40 രൂപയ്ക്ക് ആപ്പിളും ഒക്കെ വാങ്ങിച്ചാൽ രാമു എത്ര രൂപ ടോട്ടൽ കടക്കാരന് കൊടുക്കണം? രാമു 100 രൂപ കൊടുത്തെങ്കിൽ ബാക്കി എത്ര രൂപ തിരക്കാരൻ തിരികെ നൽകും? അപ്പോൾ നമ്മൾ എന്താണ് അതിന് ഒരു സ്റ്റെപ്പായിട്ട് എഴുതും അല്ലേ? രാമുവിന് ചിലവായത് 30 പഞ്ചസാര 40 ആപ്പിൾ. അപ്പം 40 30 70 രൂപ മൊത്തം. നമ്മൾ എന്നിട്ട് എഴുതും രാമു കൊടുത്ത തുക 100. 100-ൽ നിന്നും 70 മൈനസ് ചെയ്യുമ്പോൾ 30 കിട്ടും. അതൊരു അനലിറ്റിക്കൽ മെത്തേഡ്. അതായത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ചെയ്തെടുക്കും. അപഗ്രഥനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തെ, നമ്മളൊരു പ്രശ്നത്തെ, ഒരു പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യും? ഘട്ടം ഘട്ടമായിട്ട് വേർതിരിക്കും. അങ്ങനെ നമ്മൾ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്ന രീതിയാണ് അപഗ്രഥന രീതി അഥവാ അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അത് കുറച്ചുകൂടി ശാസ്ത്രീയമാണ് ഈ അനലിറ്റിക്കൽ മെത്തേഡ്. കാരണം ഓരോ ഘട്ടമായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് തെറ്റുകൾ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒറ്റയടിക്ക് ഒരു കണക്ക് ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുമ്പം അത് നമുക്കൊരു ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതാണ് അപഗ്രഥന രീതി എന്ന് പറഞ്ഞാൽ. ഇവിടെ വരേണ്ട ഉത്തരം നിഗമന രീതി. ഓർത്തിരിക്കണം, എക്സാമ്പിളിൽ നിന്നും പ്രൂഫിലേക്കാണെങ്കിൽ ആഗമന രീതി, പ്രൂഫിൽ നിന്നും എക്സാമ്പിളിലോട്ട് പോയാൽ അത് നിഗമന രീതി കേട്ടോ. മറന്നുപോയാൽ ഓർത്തിരിക്കണം. 32ാമത്തെ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 10ാമത്തെ വഴിയിലെ അവസാനത്തെ സംഖ്യ ഏത്? ഇവിടെ കൊടുത്തിരിക്കുന്ന സീക്വൻസ് ഉണ്ട്. നിങ്ങൾ ഈ ഇംഗ്ലീഷ് എഴുതിയ പാറ്റേൺ നോക്കിയാൽ മതി. അപ്പുറം ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഉണ്ടോ. 1ഉം 2ഉം കൂട്ടിയാൽ 3. 3 കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പർ 4, 5, 6 കൂട്ടിയാൽ 7-ൻ്റെയും 8-ൻ്റെയും തുക. അടുത്ത് നോക്കിയേ 8 കഴിഞ്ഞിട്ടുള്ള നമ്പർ 9, 10, 11, 12 കൂട്ടിയാൽ എത്ര കിട്ടും? 13, 14, 15-ൻ്റെയും തുക. അടുത്ത എത്ര ആയിരിക്കും? 16, 17, 18, 19, 20 കിട്ടിയാൽ നമുക്ക് അടുത്ത 21, 22, 23-ൻ്റെ തുക കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചത് കണ്ടോ, 10ാമത്തെ വരിയിലെ ഇങ്ങനെ എഴുതി വരും 10ാമത്തെ വഴിയിലെ അവസാനത്തെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു കൊച്ചി ചെയ്ത കാഴ്ചപ്പാടുണ്ടോ? ഇവൻ്റെ എത്ര സമയം പോയെന്ന് നോക്കി. ഇതിലെ മെത്തേഡ് കൊച്ചിന് അറിയത്തില്ല. കൊച്ചെന്നാ ചെയ്തെന്ന് നോക്കി, 10 വഴി ഇരുന്ന് എഴുതുക പരീക്ഷ കാർഡിൽ ഇരുന്ന്. നോക്കി 3ാമത്തെ വഴി, 2ാമത്തെ വഴി, 3ാമത്തെ വഴി, 4ാമത്തെ വഴി, 5ാം വഴി, 6ാം വഴി, 7ാം വഴി, 8ാം വഴി, 9ാം വഴി, 10ാം വഴി. അവന് കിട്ടി 130. അവന് കിട്ടിയ ഉത്തരം ശരിയാണെന്ന് നമുക്ക് നോക്കാം. അവന് ഇത്ര സമയം കളഞ്ഞ് എഴുതിയല്ലേ. ഇത് ചെയ്യണം എന്നെ ആണെങ്കിലും ഒരു 5 തൊട്ട് 8 മിനിറ്റ് വരെ എടുത്ത് കാണും. ശരിയല്ലേ? അവന് കിട്ടിയ ഉത്തരം 10ാമത്തെ വഴിയിലെ അവസാനത്തെ നമ്പർ 130. നമുക്ക് നോക്കാം അവൻ്റെ ഉത്തരം ശരിയാണോ. നമ്മളിതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇങ്ങനെ ഒരിക്കലും എഴുതി നോക്കരുത്. ഇതിലെന്തെങ്കിലും ഒരു ട്രിക്ക് കാണും. നമ്മൾ പഠിച്ച അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ നമ്മുടെ AS അല്ലേ, അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി നമ്മൾ പഠിച്ചാണ്. അതിൻ്റെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആസ് എ മാത്തമാറ്റിക്സിന് നമ്മളൊരു ഒബ്സർവേഷൻ വേണം. ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കി. ഈ 3 വഴിയിൽ നിന്നും ഈ 3 വഴി സൂക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ
ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ തന്നെ പറഞ്ഞുതരാം. ഒന്നാമത്തെ നമ്പർ 3 അല്ലേ? ആദ്യത്തെ വഴിയിലെ അവസാനത്തെ നമ്പർ വരുന്നത് 3 ആണ്. രണ്ടാമത്തെ വഴിയിലെ അവസാനത്തെ നമ്പർ വരുന്നത് 8 ആണ്. മൂന്നാമത്തെ വഴിയിലെ അവസാനത്തെ നമ്പർ വരുന്നത് 15 ആണ്. ഇവന്മാരെ 3നെ നമ്മൾ സ്പോട്ട് ചെയ്യുക. നോക്കിക്കേ, ഒന്നാമത്തെ വഴിയിലെ 3, രണ്ടാമത്തെ വഴിയിലെ 8, മൂന്നാമത്തെ വഴിയിലെ 15. നമ്മൾ ഇപ്പുറത്തോട്ട് മാറ്റി എഴുതാം. ഒന്നാമത്തെ വഴി നമുക്ക് കിട്ടി 3, രണ്ടാമത്തെ വഴി നമുക്ക് കിട്ടി 3, രണ്ടാമത്തെ വഴി നമുക്ക് കിട്ടി 8, മൂന്നാമത്തെ വഴി നമുക്ക് കിട്ടി 15. ഇങ്ങനെയല്ലേ കിട്ടിയത്? ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിക്കേ. 3ഉം 8ഉം 15ഉം ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിക്കേ. എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കിക്കേ. 3ൻ്റെ കൂടെ 5 കൂട്ടുമ്പോഴാണ് 8 കിട്ടുന്നത്. 8നോട് കൂടെ 7 കൂട്ടുമ്പോഴാണ് 15 കിട്ടുന്നത്. അപ്പോൾ 15ൻ്റെ കൂടെ അടുത്ത നമ്പർ ഏത് കൂട്ടണം? പറഞ്ഞോ, ഏത് കൂട്ടണം? പറ, ഏത് കൂട്ടണം? 15ൻ്റെ കൂടെ അടുത്ത ഏത് നമ്പർ കൂട്ടണം? 3ൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ 8, 8ൻ്റെ കൂടെ 7 കൂട്ടുമ്പോൾ 15, 15ൻ്റെ കൂടെ 5 ആയി 7 ആയി. അടുത്ത നമ്പർ ആരായിരിക്കും? 2 വെച്ച് കൂടി പോകുന്ന ശ്രേണി അല്ലേ? അടുത്ത നമ്പർ 7ൻ്റെ കൂടെ 2 കൂട്ടണം 9. അപ്പോൾ 15ൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 24. അപ്പോൾ നമുക്ക് എത്ര നമ്പറായി? 1, 2, 3, നാലാമത്തെ വഴിയിൽ അവസാനത്തെ നമ്പർ പെടയത് കിട്ടി. ഇനിയും 9ൻ്റെ കൂടെ 2 കൂട്ടിയാൽ എത്ര കിട്ടും? 9ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 11. 24ൻ്റെ കൂടെ 11 കൂട്ടിയാൽ എത്രയാണ്? 35. 11ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 13, 35ൻ്റെ കൂടെ 13 കൂട്ടിയാൽ 48 കിട്ടും. ഇപ്പോൾ എത്ര വഴിയായി? 1, 2, 3, 4, 5, 6 വഴിയായി. 4 വഴിയുടെ മതി. ഇനിയും 13ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 15, 48ൻ്റെ കൂട്ടത്തിൽ 15 കൂട്ടിയാൽ നമുക്ക് 48, 10, 58, 5, 63 കിട്ടും. 63ൻ്റെ കൂടെ 15ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 17, 63ൻ്റെ കൂടെ 17 കൂട്ടിയാൽ 7, 3, 10, 10, 60, 80, 90 അല്ലേ? 80 നമുക്ക് കിട്ടും. യെസ്. ഇനിയും 17ൻ്റെ കൂടെ 2 കൂട്ടിയാൽ 19, 80ൻ്റെ കൂടെ 19 കൂട്ടിയാൽ 99. ഇപ്പോൾ എത്ര വഴിയായി? 1, 2, 3, 4, 5, 6, 7, 8, 9 വഴിയായി. ഉണ്ടോ? അടുത്ത നമ്മുടെ ഉത്തരവാണ്. 19ൻ്റെ കൂട്ടത്തിൽ 2 കൂട്ടുമ്പോൾ 21. 99ൻ്റെ കൂടെ 21 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 120 അല്ലേ? 90 1, 100, 20, 120 കിട്ടും. നമ്മുടെ ഉത്തരം എത്രയാണ്? 120 10ാമത്തെ വഴിയിലെ അവസാനത്തെ നമ്പർ. കണ്ടോ, കൊച്ചിന് വന്ന് ഇത്ര എഴുതിയിട്ട് കൊച്ചിന് കിട്ടി. കണ്ടോ, 130. പക്ഷേ ഇവിടെ കണ്ടോ, അവൻ 120 വന്ന് നിന്നതാണ്. അവന് വീണ്ടും കൺഫ്യൂഷൻ, വീണ്ടും എഴുതണമെന്ന് ഓർത്ത് ചെറുക്കയിൽ നിന്ന് എഴുതിയാണ് തെറ്റിപ്പോയത്. കണ്ടോ, ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കരുത് കേട്ടോ. ഇങ്ങനെയുള്ള മണ്ടത്തരം കണ്ടപ്പോൾ 130 തന്നെ ഇവിടെ കറപ്പിച്ചിരിക്കുന്നതും അതാണ് ടിക്ക് ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, വെറുതെ സമയം കളയും കേട്ടോ, വെറുതെ സമയം പോകത്തേ ഉള്ളൂ. ഇങ്ങനെയുള്ള മെത്തേഡിൻ്റെ അകത്ത് നിങ്ങൾ അവസാനത്തെ ഡീറ്റ് നോക്കണം. അവ തമ്മിൽ എന്താണ് ബന്ധം നോക്കണം. എത്ര വെച്ചാൽ കൂടുന്നതെന്ന് നോക്കണം, അല്ലെങ്കിൽ എത്ര വെച്ചാൽ കുറയ്ക്കും നോക്കണം. അതിൽ തന്നെ നിങ്ങൾക്ക് എന്നാ കിട്ടും? ഉത്തരം കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ വരേണ്ട ഉത്തരം 120. മെത്തേഡ് മനസ്സിലായോ? ഈ ടൈപ്പ് കണക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നോക്കിയിട്ട് വേണം പോകാൻ. അതിൻ്റെ എല്ലാ മെത്തേഡും ഈ അവസാനത്തെ നമ്പർ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ചുള്ള സീക്വൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. മറന്നു പോകരുത്, ഓർത്തിരിക്കണം. ഇവിടെ കണ്ടോ, 5 കൂട്ടി 7 കൂട്ടി 9 കൂട്ടി 11 കൂട്ടി 13 കൂട്ടി 15 കൂട്ടി 17 കൂട്ടി 19 കൂട്ടി 21 കൂട്ടി. കണ്ടോ, 2 വെച്ച് കൂടിപ്പോകുന്നൊരു ചെറിയ സീക്വൻസ്, മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീക്വൻസാണ് അല്ലേ? എഴുതി കൂട്ടേണ്ട പോലും ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ച് അല്ലേ? അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള സംഭവമാണ്. അതിനാണ് ഈ ഇരുന്ന് നമ്പേഴ്സ് എല്ലാം എഴുതി കളിക്കുന്നത്. പെട്ടെന്ന് കണ്ടാൽ നമുക്ക് ഇത് സംശയം അടിക്കും. അപ്പം ഡൂയിങ് ബൈ പ്രാക്ടീസ് ഇത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. സോ 120 അവിടുത്തെ നമ്പർ. 10ാമത്തെ വഴിയിലെ അവസാനത്തെ നമ്പർ 120. ഓക്കെ, അടുത്ത് തന്നിരിക്കുന്നവയിൽ വലുത് ഏത്? 3/8 ഉണ്ട്, 4/5 ഉണ്ട്, 7/29 ഉണ്ട്, 15/61 ഉണ്ട്. ഓക്കെ, നമുക്കതിനെ മാറ്റി എഴുതാം. 3/8, 4/15, പിന്നെ ആരാണ്? 7/29, പിന്നെ 15/61. ഓക്കെ, തന്നിരിക്കുന്നതിൽ വലുതാണ് നമുക്ക് വേണ്ടത്. എളുപ്പം മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 3/8 ഒരു സംഖ്യ, രണ്ടാമത്തേത് 4/15, മൂന്നാമത്തേത് 7/29, നാലാമത്തെ എത്രയായിരുന്നു? 15/61 അല്ലേ? 15/61. യെസ്, കറക്റ്റാണ്. അങ്ങനെയാണ് ഇവിടെ നോക്കിയേ. ഇവ തമ്മിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 2 നമ്പർ എടുത്ത് താരതമ്യം ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് എളുപ്പവഴി. അതായത് ആദ്യത്തെ 2 നമ്പർ ആരൊക്കെയാണ്? 3/8ഉം
4/15 ഇവന്മാരെ തമ്മിൽ താരതമ്യം ചെയ്യണം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഗുണിക്കണം. അതായത് ഇങ്ങനെ 3നെ 15 കൊണ്ടും 8നെ 4 കൊണ്ടും ഗുണിക്കുക. 3നെ 15 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ്? 15 3 45. ഇവിടെ ഉത്തരം കിട്ടും. 4 8 32 കിട്ടും. 45 ആണോ 32 ആണോ വലുത്? കൂട്ടത്തിലുള്ളത് 45 വലുത്. സോ 3/8 ആണ് ഇവന്മാരിൽ വലുത്. 3/8 നമ്മൾ വീണ്ടും എടുത്തു. അടുത്ത കമ്പയർ ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ നമ്പറായ 7/29 ആയിട്ട്. അപ്പോൾ നോക്കിയേ, വീണ്ടും ഇതേ പരിപാടി. 3നെ 29 ഗുണിക്കുക, 8നെ 7 കൊണ്ട് ഗുണിക്കുക. നോക്കാതെ തന്നെ നമുക്ക് ഉത്തരം പറയാം 3/8 ആയിരിക്കും വലുത് അല്ലേ? 3 × 29 ആയിരിക്കും വലുത്. എന്നാലും നമുക്ക് നോക്കാം. 3 × 29 എത്രയാണ്? 29 × 3. 3 27 ഇഷ്ടം 2 3 2 6 8 87 ഇവിടെ കിട്ടും. ഇനിയും 7 8 56. കൂട്ടത്തിൽ വലുത് 87, താഴെ കിടക്കുന്ന നമ്പർ 3/8. വീണ്ടും 3/8 തന്നെയാണ് വലുത്. അടുത്ത കമ്പയർ ചെയ്യാനുള്ള നമ്പർ 15/61. കണ്ണും പൂട്ടി ഉത്തരം പറയാം 3/8 തന്നെയായിരിക്കും ഇവിടെ വലുത്. എന്നാലും സംശയം നമുക്ക് തീർക്കാം. 61 × 3. 1 3 3 6 3 18. ഉത്തരം കിട്ടി ഇവിടെ 183. ഇനി 15 × 8. 8 5 40 0 ഇഷ്ടം 4. 1 4 4 സോറി 1 8 4 12. 120 ഇവിടെയുള്ളൂ. സോ കൂട്ടത്തിൽ വലുതാരാണ്? 183. താഴെ കിടക്കുന്ന ഫ്രാക്ഷൻ 3/8. സോ ഇവിടെയുള്ള 3/8 ആയിരിക്കും ഇവന്മാരിൽ ഏറ്റവും വലുത്. 3/8 ഓപ്ഷൻ എയിലുള്ള ആളാണ്, അവനാണ് ഏറ്റവും വലുത്. കണ്ടോ? ഈ മെതേഡേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. ശ്രദ്ധിക്കുക, എപ്പോഴും ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു പോവുക. കണ്ടോ? രണ്ട് നമ്പർ തമ്മിൽ കമ്പയർ ചെയ്യുക. കൂട്ടത്തിൽ വലിയത് വരുന്നവൻ ഏതവനാണ് നോക്കുക, അവനെ എടുത്ത് അടുത്ത നമ്പറായിട്ട് കമ്പയർ ചെയ്യുക. ഇനി ചെറിയവനെ ചോദിച്ചതെങ്കിലോ, ഇവിടെ ചെറിയവൻ വന്ന ഏതാണ്? 32. ഇവനെ വേണം അടുത്ത നമ്പറായിട്ട് കമ്പയർ ചെയ്യാൻ കേട്ടോ. അങ്ങനെ വൈസ് വേഴ്സ എന്ന് പറഞ്ഞാൽ തിരിച്ചും മറിച്ചും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. രണ്ടും ശരി ഉത്തരം മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. നമുക്ക് മനസ്സിലായിട്ട് വേറൊരു എക്സാമ്പിളാണ്, സിമ്പിൾ എക്സാമ്പിളാണ് പറഞ്ഞുതരാം. നമുക്കറിയാം 1/4, 1/2, 3/4, 4/4. ഇതിലേറ്റവും വലുതും ചെറുതും കണ്ടുപിടിക്കണം. നമുക്ക് മനസ്സിലായിട്ട് പെട്ടെന്ന് ഇട്ട കണക്കാണ് കേട്ടോ. 1/4, 1/2, 3/4, 4/4. ആദ്യം ഇതിലെ വലുതൊന്ന് കണ്ടുപിടിച്ചേ. ഓക്കെ, വലുത് കണ്ടുപിടിച്ചേ. എന്നാ എടുക്കണം? 1/4ഉം 1/2 ഇക്വേറ്റ് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം. 1 2 2, 1 4 4. കൂട്ടത്തിൽ വലുത് 1/2 ആണ്. സോ 1/2ഉം അടുത്ത എടുക്കാനുള്ള 3/4 തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. 3/4 ഇക്വേറ്റ് ചെയ്യുമ്പം ഇവിടെ 1 4 4, 3 2 6. കൂട്ടത്തിൽ വലുത് 6 ആണ്. താഴെയുള്ള നമ്പർ 3/4. 3/4 4/4 തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. 4 3 12, 4 16. അപ്പോൾ കൂട്ടത്തിൽ വലുത് ആരാണ്? 4/4 ആണ് ഇവിടെ കൂട്ടത്തിൽ വലുത്, വലിയ നമ്പർ. ചെറുതാണെങ്കിലോ ഇതേ മെത്തേഡ് തന്നെ. എന്താണ്? നീലമഷിക്ക് എഴുതാൻ ചെറുതിനെ കണ്ടുപിടിക്കാൻ 1/4ഉം 1/2 കമ്പയർ ചെയ്യണം. ചെയ്യുമ്പോൾ 1 2 2ഉം 1 4 4. കൂട്ടത്തിൽ ചെറുത് 1/4 ആണ്. 1/4നെ അടുത്ത നമ്പറായ 3/4 കമ്പയർ ചെയ്യണം. 3/4 കമ്പയർ ചെയ്യണം. ചെയ്യുമ്പോൾ 1 4 4, 4 3 12. വീണ്ടും കൂട്ടത്തിൽ ചെറുതാരാണ്? 1/4 ആണ്. സോ 1/4നെ ആരുമായിട്ട് ചെയ്യണം? 4/4 ചെയ്യണം. വീണ്ടും ചെയ്യുമ്പോൾ 1 4 4, 4 16. കൂട്ടത്തിൽ വീണ്ടും ചെറുത് 1/4 ആണ്. സോ ഇവിടെ ചെറുതാരാണ്? 1/4 ആണ്. അല്ലെ തന്നെ നിങ്ങൾ നോക്കിയേ, 1/4 എന്ന് പറഞ്ഞാൽ 1/4, 1/2 എന്ന് പറഞ്ഞാൽ 1/2, 3/4 എന്ന് പറഞ്ഞാൽ 3/4, 4/4 എന്ന് വെച്ചാൽ 1 അല്ലേ? അപ്പോൾ കൂട്ടത്തിൽ ചെറുതാണ് 4 ചെറുതും 1 വലുതും. കണ്ടോ? മനസ്സിലായിട്ട് പെട്ടെന്നിട്ടാണ് ഈ മെത്തേഡ് ചോദിക്കും കേട്ടോ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ ഉത്തരം ഏതിനാണോ വലുത് അവനെ എടുത്ത് അടുത്ത നമ്പറുമായിട്ട് കമ്പയർ ചെയ്ത് പോവുക. അതാണ് എളുപ്പമുള്ള വഴി കേട്ടോ. ആ വഴിയാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുകയായും തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുകയായും എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? കണ്ടോ? ഒരു നല്ല ക്വസ്റ്റ്യനാണ്. അല്ലെങ്കിൽ നോക്കിയേ, തുടർച്ചയായിട്ടുള്ള 3 എണ്ണൽ സംഖ്യയും തുടർച്ചയായിട്ടുള്ള 5 എണ്ണൽ സംഖ്യകളുടെയും തുകയായിട്ട് എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ താഴെ പറയുന്നവയിൽ ഏതാണ്? ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നോക്കാം. നമ്മുടെ തോണ്ടയ്ക്ക് ഇതുപോലെ ഓപ്ഷൻ ഇടുക, ഡെസിമൽ വരുവാണ് അവന് ഒഴിവാക്കിയുള്ള മെത്തേഡ് നോക്കാം. കാരണം ഡെസിമൽ വന്നാൽ അത് കറക്റ്റായിട്ടുള്ള നമ്പർ വരത്തില്ല. എണ്ണൽ സംഖ്യ എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള നമ്പർ വരത്തില്ല. അതുകൊണ്ട് നമുക്ക് ഡെസിമൽ വന്നാൽ അപ്പാടെ നോക്കാൻ ഒഴിവാക്കാം. അങ്ങനെയാണെങ്കിൽ 3 എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം
എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാനായിട്ട് ആദ്യത്തെ നമ്പറിനെ എക്സ് എന്ന് വിളിക്കുക. എക്സ് എന്ന് വിളിച്ചാൽ രണ്ടാമത്തെ നമ്പർ എത്രയായിരിക്കും? എക്സ് പ്ലസ് 1 ആയിരിക്കും. മൂന്നാമത്തെ നമ്പറോ എക്സ് പ്ലസ് 2 ആയിരിക്കും. ശരിയല്ലേ? അതായത് ഇപ്പോൾ എക്സ് ഞാൻ പറയുന്നു 3 ആണെങ്കിൽ 3 കഴിഞ്ഞുള്ള അടുത്ത നമ്പർ എത്രയാണ്? 3ൻ്റെ കൂടെ 1 കൂട്ടണം. 3നെ നമ്മൾ വിളിച്ചത് എക്സ് എന്ന്. 3ൻ്റെ കൂടെ 1 കിട്ടുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടും അല്ലേ? ഇനി 4ൻ്റെ കൂടെ അടുത്ത നമ്പർ കിട്ടണമെങ്കിലോ 3ൻ്റെ കൂട്ടത്തിൽ 2 കൂട്ടണം അല്ലേ? 3ൻ്റെ കൂട്ടത്തിൽ 2 കൂട്ടുമ്പോൾ 5 കിട്ടും കേട്ടോ. 3, 4, 5 എന്നിങ്ങനെ നമ്പേഴ്സ് വരും. എന്ന് പറഞ്ഞതുപോലെ തുടർച്ചയായിട്ടുള്ള 3 എണ്ണൽ സംഖ്യകളുടെ തുക നമുക്കറിയാം എത്രയാണ്? 11 ആണെന്ന് ഇരിക്കട്ടെ. ഈസിക്കൽ ടു 11 ആണെന്ന് ഇരിക്കട്ടെ. നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ മതി. എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2 ഈസിക്കൽ ടു 11. എത്ര എക്സ് ഉണ്ട്? 1, 2, 3 3x പ്ലസ് കോൺസ്റ്റൻറ്റ് എത്രയുണ്ട്? 2, 1, 3. 3x പ്ലസ് 3 11 നമുക്ക് കിട്ടും. 3xൻ്റെ വില എത്രയാണ്? 11ൽ നിന്നും എന്ത് ചെയ്യണം? +3 ഈക്വൽസ് ആൻഡ് അപ്രൈ പോകുമ്പം -3 ആയിട്ട് മാറും. 11ൽ നിന്ന് 3 പോകുമ്പോൾ എത്ര കിട്ടും നമുക്ക്? ഓക്കെ, 11ൽ നിന്നും 3 പോകുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 8 കിട്ടും അല്ലേ? അപ്പം 3xൻ്റെ വില 8 ആണ്. എക്സിൻ്റെ വില എത്രയാണ്? 8/3. 8/3 ഇതിൽ ഒബ്വിയസ്ലി ഡെസിമൽ വരും. ഇവനല്ല ഉത്തരം. ഇവനെ നമുക്ക് ഒഴിവാക്കാം. അടുത്ത നമ്പർ എടുക്കണം. ആരാണ്? 13. അപ്പം 3x പ്ലസ് 3, അതായത് നമ്മൾ ഇക്വേറ്റ് ചെയ്തപ്പോൾ 3x പ്ലസ് 3 13 കിട്ടുമോ നോക്കണം. ഓക്കെ, നോക്കിക്കോ. 3x പ്ലസ് 3 ഈസിക്കൽ ടു 13 ആണെങ്കിൽ 3xൻ്റെ വില 13ൽ നിന്നും പ്ലസ് ആണ്, ഈക്വൽസ് ആൻഡ് അപ്പുറം മൈനസ് ആവും, 3 പോകണം. അപ്പോൾ 3xൻ്റെ വില 13ൽ നിന്ന് 3 പോയാൽ 10. സോ എക്സിൻ്റെ വില എന്ന് പറയുന്നത് 10നെ 3 കൊണ്ട് ഭാഗിക്കണം. 10നെ 3 കൊണ്ട് വായിച്ചാൽ ഡെസിമൽ വരും. അവനുമല്ല ഉത്തരം. സോ ഓപ്ഷൻ ബി അല്ല. ഇനി ഓപ്ഷൻ സിയിലേക്ക് പോകണം. 3x പ്ലസ് 3 ഈസിക്കൽ ടു 15 അല്ലേ? 3x പ്ലസ് 3 ഈക്വൽ ടു 15. 3xൻ്റെ വില എന്ന് പറയുന്നത് 15ൽ നിന്നും +3 ഈക്വൽസ് അപ്പുറം മൈനസ് ആവും. 15ൽ നിന്ന് 3 പോകണം. സോ 3xൻ്റെ വില എത്രയാണ്? 15ൽ നിന്ന് 3 പോയാൽ എത്ര കിട്ടും? 12 കിട്ടും. എക്സിൻ്റെ വില എന്ന് പറയുന്നത് 12/3 വരും. എത്ര കിട്ടും നമുക്ക്? ഡയറക്റ്റ് ഉത്തരവുള്ളതാണ്. 3 12. സോ ഇവിടെ നമുക്ക് ഉത്തരം കിട്ടിയ ഒന്നാമത്തെ നമ്പർ 4. അപ്പോൾ ഒന്നാമത്തെ നമ്പറായിട്ടുള്ള 4ഉം രണ്ടാമത്തെ നമ്പറായിട്ടുള്ള 5ഉം മൂന്നാമത്തെ നമ്പറായിട്ടുള്ള 6ഉം തുടർച്ചയായിട്ടുള്ള 3 എണ്ണൽ സംഖ്യയായി. തുക നോക്കിയേ. 6, 4, 10, 5, 15. ഒരു ഉത്തരം അവിടെ വന്നു. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത 5 എണ്ണത്തിന് കിട്ടുമോ നോക്കണ്ടേ? അതുകൊണ്ട് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. മൂന്നാമത്തേന് ഒരെണ്ണം കിട്ടി, നമ്മളൊരു പകുതി ടിക്ക് ചെയ്ത് കൊടുത്തു. ഇത് നമുക്ക് വെരിഫൈ ആയി. ഇനി 5 എണ്ണം കിട്ടുമോ നോക്കണം. 5 എണ്ണം കിട്ടുമോ നോക്കണം. എന്നെ എടുക്കണം. ഇതുപോലെ തന്നെ ചെയ്യണം. ഇതാണ് എക്സ് പ്ലസ് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 3 പ്ലസ് എക്സ് പ്ലസ് 4. കാരണം എന്താണ്? തുടർച്ചയായ 5 എണ്ണൽ സംഖ്യ വേണ്ടത്. ഒന്നാമത്തെ എണ്ണൽ സംഖ്യ എക്സ്, രണ്ടാമത്തെ എണ്ണൽ സംഖ്യ എക്സ് പ്ലസ് 1, മൂന്നാമത്തെ എണ്ണൽ സംഖ്യ എക്സ് പ്ലസ് 2, നാലാമത്തെ എണ്ണൽ സംഖ്യ എക്സ് പ്ലസ് 3, അഞ്ചാമത്തെ എണ്ണൽ സംഖ്യ എക്സ് പ്ലസ് 4. എത്രയാണ് കിട്ടേണ്ടത്? നമുക്കിവിടെ ഉത്തരം എത്ര വേണ്ടത്? 15. സോ 15 കിട്ടുമോ നോക്കണം. നോക്കി എത്ര എക്സ് ഉണ്ട്? 1, 2, 3, 4, 5. 5x പ്ലസ് എത്ര കോൺസ്റ്റൻ്റ് ഉണ്ട്? 4, 3, 7. 7 2 9 10 ഈസിക്കൽ ടു 15. 5xും 10ഉം കൂട്ടിയാൽ 15 കിട്ടുമോ നോക്കണം. 5xൻ്റെ വില എന്ന് പറയുന്നത് +10 ഈക്വൽസ് തന്നെ അപ്പുറം -10 ആയിട്ട് മാറും. സോ 15 - 10. 5xൻ്റെ വില എന്ന് പറയുന്നത് 15ൽ നിന്ന് 10 പോയാൽ 5 കിട്ടും. എക്സിൻ്റെ വില എന്ന് പറഞ്ഞത് 5/5. എത്ര കിട്ടും? 1 കിട്ടും. കണ്ടോ? എക്സ് എന്ന് പറയുന്നത് 1 ആണ്. എക്സ് 1 ആണെങ്കിൽ അടുത്ത നമ്പർ ഏതാണ്? 2, 3, 4, 5. തുടർച്ചയായിട്ടുള്ള 5 എണ്ണൽ സംഖ്യയായി. ഇതിൻ്റെ തുക 15 കിട്ടുമെന്ന് നോക്കിയേ. ഉണ്ടോ? 1, 2, 3, 3, 3, 6, 6, 4, 10, 5, 15 നമുക്ക് കിട്ടി. തുടർച്ചയായിട്ടുള്ള 3 എണ്ണൽ സംഖ്യയും തുടർച്ചയായിട്ടുള്ള 5 എണ്ണൽ സംഖ്യയും തുക 15 വരുന്ന ആരാണ്? ഓപ്ഷൻ 15 ഉത്തരം വരുന്നത്. കണ്ടോ? തുടർച്ചയായിട്ടുള്ള 3 എണ്ണൽ സംഖ്യയും തുടർച്ചയായിട്ടുള്ള 5 എണ്ണൽ സംഖ്യയും തുക എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 15 ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 17 കിട്ടത്തില്ല, കാരണം അവിടെ ഡെസിമൽ വന്ന് നിൽക്കും. നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കിട്ടുമല്ലോ. അപ്പം ഓർത്തിരിക്കണം, ഇതാണ് മെത്തേഡ് കേട്ടോ. എളുപ്പം ചെയ്യാം. ഇതിലുള്ള കണക്കുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എക്സ് ആദ്യത്തെ നമ്പറായും എക്സ് പ്ലസ് 1 രണ്ടാമത്തെ നമ്പറായും എക്സ് പ്ലസ് 3 മൂന്നാമത്തെ നമ്പറായും ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഉത്തരത്തിലോട്ട് പെട്ടെന്ന് എത്താം കേട്ടോ.
പിന്നെ സിമ്പിൾ ഇക്വേഷനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. സിംപ്ലിഫിക്കേഷൻ വളരെ സിമ്പിളാണ് അല്ലേ. പ്ലസിനെ അപ്പുറം കൊണ്ടുപോകും മൈനസ് ആവും. ഡിവിഷനെ ഇല്ല, ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, മൾട്ടിപ്ലൈ സൈൻ ഈക്വൽ സൈൻ ഇപ്പുറം ഡിവിഷനായിട്ട് മാറും. അങ്ങനെയുള്ള സിമ്പിൾ റൂൾസ് ഇവിടെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് ഉത്തരം വരേണ്ടത് 15 വരേണ്ടത്. 1, 2, 3, 4, 5 തുടർച്ചയായിട്ടുള്ള ഒരു അഞ്ചെണ്ണൽ സംഖ്യ. പിന്നെയുള്ള എണ്ണൽ സംഖ്യ ഏതാണ്? 4, 5, 6. രണ്ടും കൂട്ടിയാൽ നമുക്ക് 15 കിട്ടും. ഇത് ഏത് മെത്തേഡിലൂടെ ചെയ്ത്? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കേട്ടോ. ആ മെത്തേഡ് ഇവിടെ വർക്കൗട്ട് ആകത്തുള്ളൂ കേട്ടോ. ഓപ്ഷൻ നോക്കി നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുക. കണ്ടോ, ഇതിലേക്ക് ട്രയൽ മെത്തേഡ് ചെയ്യാൻ നിങ്ങൾ നോക്കിയോ? എല്ലാം ചെറിയ സംഖ്യകളാണ് അല്ലേ, 50-ന് താഴെയുള്ള സംഖ്യകളാണ്. നമുക്ക് മനസ്സിൽ കൂട്ടാൻ പറ്റുന്ന സംഖ്യകൾ അവർ തരത്തുള്ളൂ കേട്ടോ. സോ ആ മൈൻഡ് കാൽക്കുലേഷൻ നമ്മൾ ഈസി ആയിട്ട് എടുക്കണം. ഓക്കെ, അടുത്ത നമ്പർ 35ാമത്തെ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയിൽ തുറന്ന ചോദ്യത്തിന് ഉദാഹരണം ഏതാണ്? നമുക്കറിയാം തുറന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചോദ്യത്തിന് എന്ത് വേണം? ഒന്നിലധികം ഉത്തരങ്ങൾ വരണം, ശരിയല്ലേ? അതാണ് തുറന്ന ചോദ്യം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ചോദ്യങ്ങൾ 2 തരമുണ്ട്. ഒന്ന് തുറന്ന ചോദ്യവും ഒന്ന് അടഞ്ഞ ചോദ്യം, ഓപ്പൺ എൻഡഡും ക്ലോസ്ഡ് എൻഡഡും. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ചോദ്യത്തിന് ഒന്നിലധികം ഉത്തരങ്ങൾ നമുക്ക് എഴുതാൻ സാധിച്ചാൽ അതിന് പറയുന്ന പേരാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. ഇനിയും ഒരു ക്വസ്റ്റ്യന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ എങ്കിൽ, ഇപ്പം നമ്മുടെ കേറ്റിട്ട് പരീക്ഷ ശരിയല്ലേ, ഒരു ക്വസ്റ്റ്യന് ഒരു ഉത്തരമേ നമുക്ക് കറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന് പറയുന്ന പേരാണ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓർത്തിരിക്കണം, ഇതിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കി, 5 + 6 + 8 നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരവിലേ കിട്ടത്തുള്ളൂ അല്ലേ? എത്രയാണ്? 8ഉം 2ഉം 10ഉം 4ഉം 14ഉം 5ഉം 19 ഇല്ലേ? ഞാൻ കൂട്ടിയാലും നിങ്ങളിൽ ആര് കൂട്ടിയാലും ഒരു ഉത്തരവേ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താണ്? ഓപ്പൺ എൻഡഡ് ആണോ? അല്ല, ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ക്ലോസ്ഡ് എൻഡഡ് ആണ്. സോ ക്ലോസ്ഡ് എൻഡഡ് നമുക്ക് കൊടുക്കാം. അടുത്ത് നോക്കി, ഡാഷ് പ്ലസ് ഡാഷ് പ്ലസ് ഡാഷ് = 56. നമുക്ക് എല്ലാവർക്കും പല ഉത്തരങ്ങൾ കിട്ടും, ശരിയല്ലേ? അതായത് നമുക്ക് പറയാൻ സാധിക്കും, ഇപ്പം ഞാൻ പറയാണ് 10 + 20 + 16 ഇല്ലേ? എത്ര കിട്ടും? 20, 10, 30. 10 + 20 + 26 കൊടുത്തു. 20, 40, 46, 10, 56 ഉണ്ടോ? 10, 20, 40, 56 ഒരു ഉത്തരം വന്നു. ഇനി വേണമെങ്കിൽ ഇതിനെ വേണം തിരിക്കാം ഇല്ലേ? 25 + 5 + 26 രണ്ടാമത്തെ ഉത്തരം വന്നില്ലേ? ഇങ്ങനെ പല ഉത്തരം നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നോക്കി, 50 + 3 + 3 അടുത്ത ഉത്തരം വന്നു ഇല്ലേ? അല്ലെ 55 + 0 + 1 വീണ്ടും 56 കണ്ടോ? എത്ര ഉത്തരവുണ്ട്. അപ്പോൾ ഓർത്തിരിക്കണം, ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടം പോലെ ഉത്തരങ്ങൾ വരും. അപ്പം ഒരു ചോദ്യത്തിന് ഒരു ഉത്തരമാണോ ഉള്ളത്? അല്ല, ഒന്നിലധികം ഉത്തരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? രണ്ടാമത്തേതൊരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി മൂന്നാമത്തെ നോക്കിയേ, 67 × 67 എല്ലാവർക്കും ഒരു ഉത്തരവേ കിട്ടത്തുള്ളൂ അല്ലേ? 67 × 67 ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഒറ്റ ഉത്തരത്തിൽ വന്ന് നിൽക്കും. അടുത്തത് 636/3 അത് നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരത്തിൽ വന്ന് നിൽക്കും. അപ്പോൾ എന്താണ്? ഇതിലെല്ലാം ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തേന് മാത്രം ഒന്നിലധികം ഉത്തരങ്ങൾ വരും. അപ്പോൾ ഓർത്തിരുന്നോ, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് ഒന്നിലധികം ഉത്തരം വരുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. ക്ലോസ് എൻഡഡ് എന്ന് പറഞ്ഞാലോ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളോട് സാധാരണ ചോദിക്കുന്നത് താഴെ പറയുന്നതിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ റിയൽ ലൈഫ് സിറ്റുവേഷൻ ആയിരുന്നു. അതായത് ഇപ്പോൾ ഇങ്ങനെ ചോദിക്കും, അതായത് നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് എത്ര? അല്ലെങ്കിൽ രാമു കടയിൽ പോയി 10 രൂപയ്ക്ക് പെൻസിൽ 20 രൂപയ്ക്ക് സാധനവും വാങ്ങിച്ചെങ്കിൽ ടോട്ടൽ എത്ര രൂപ കൊടുക്കണം? അങ്ങനെ സിറ്റുവേഷൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും അതിൻ്റെ കൂടുതലായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് അല്ലേ, നമ്മുടെ വാർഷിക വരുമാനം, ഇതൊക്കെ ചോദിച്ചാൽ എല്ലായിടത്തും വ്യത്യാസമല്ലേ? ഞങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ വീട്ടിലെല്ലാം ഒരുപോലെയാണോ? അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെന്താണ്? ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ, ഒരു തുറന്ന ചോദ്യമാണ്. ഇപ്പോഴും തുറന്ന ചോദ്യത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കൊച്ചു ക്ലാസ്സുകളിൽ തുറന്ന ചോദ്യത്തിന് പ്രാധാന്യം കൊടുക്കണം. കാരണം കുട്ടികൾ പല രീതിയിലൂടെ ചിന്തിക്കും, അപ്പോൾ പല ഉത്തരങ്ങളായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അവരുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കാനും പ്രോബ്ലം സോൾവിംഗ് ഒക്കെ വർദ്ധിപ്പിക്കാനും കുട്ടികളുടെ അടുക്കൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ് കൂടുതലായിട്ട് ചോദിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം നിങ്ങൾക്കറിയാലോ, അവർക്ക് സ്വയമേ എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻ, അല്ലാതെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ല. വൺ വേർഡിൽ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. എപ്പോഴും അവർക്ക് അവരുടെ വാചാലമാകാൻ, അല്ലെങ്കിൽ അവർക്ക് തുറന്നെഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് അവരോട് എപ്പോഴും ചോദിക്കുക. അതാണ് അതിലെ തിയറി വരുന്നത് കേട്ടോ. സോ ഓർത്തിരിക്കണം, ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് ഒന്നിലധികം ഉത്തരങ്ങൾ, ക്ലോസ്ഡ് എൻഡഡ് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം കേട്ടോ. ഓക്കെ, അടുത്തത് എലിമെൻറ്റ്സ് എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചതാരാണ്? ഹൂ റോട്ട് ദി മാത്തമാറ്റിക്കൽ ബുക്ക് എലിമെൻറ്റ്സ്? എലിമെൻറ്റ്സ് ആരാണ്? നമ്മുടെ യൂക്ലിഡ് ആണ്
എലമെൻറ്റ്സ് എഴുതിയത്. ഇതിലുള്ള ആൾക്കാരെല്ലാം ഫേമസ് ആണ് കേട്ടോ. രാമാനുജൻ എന്ന് പറയുന്ന വ്യക്തി ഒരു നമ്പറുണ്ട്, രാമാനുജൻ നമ്പറും ക്ലാപ്പേക്കർ നമ്പറും ഉണ്ട്. അതൊക്കെ പഠിക്കണം കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുള്ള ഈ ഒരു ഭാഗത്തു നിന്നുള്ള, അതായത് ഗണിതശാസ്ത്രജ്ഞന്മാരും അവരുടെ സംഭാവനകളും എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമായത്. അതിനകത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന 3-4 ആൾക്കാരാണ് ഈ കിടക്കുന്നവരെല്ലാം. ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. രാമാനുജൻ സംഖ്യ എന്ന് പറയുന്നത് 1729 കേട്ടോ, 1729. അതുപോലെ തന്നെ രാമാനുജൻ്റെ ബയോഗ്രഫിയാണ്, ജീവശാസ്ത്രമാണ് ദി മാൻ ഹൂ നോ ഇൻഫിനിറ്റി കേട്ടോ. ദി മാൻ ഹൂ നോ, ഇത് ഒരുപാട് തവണ ചോദിച്ചതാണ്. നോ ഇൻഫിനിറ്റി. ഓക്കെ, ദി മാൻ ഹൂ നോ ഇൻഫിനിറ്റി. ഓക്കെ, ഇത് ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ശ്രീനിവാസ രാമാനുജൻ്റെ എന്താണ് ജീവചരിത്രമാണ് ദി മാൻ ഹൂ നോ ഇൻഫിനിറ്റി എന്ന് പറയുന്ന പുസ്തകം കേട്ടോ. അതും ഒരുപാട് ആവർത്തി ചോദിച്ചിട്ടുണ്ട്. ദി മാൻ ഹൂ നോ ഇൻഫിനിറ്റി ആരുടെ ജീവചരിത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് രാമാനുജൻ്റെ പേരവിടെ ചോദിച്ചിട്ടുണ്ട്. ഇനി യൂക്ലിഡ് ആണെങ്കിൽ, നമ്മുടെ യൂക്ലിഡാണ് എലിമെൻറ്റ്സ് എന്ന് പറയുന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത്. അതുപോലെ തന്നെ മോഡേൺ ജോമെട്രിയുടെ പിതാവ്, അതായത് ആധുനിക മോഡേൺ ജോമെട്രി, GOMETR കേട്ടോ. മോഡേൺ ജോമെട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് യൂക്ലിഡാണ് കേട്ടോ. മോഡേൺ ജോമെട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും യൂക്ലിഡാണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എലിമെൻറ്റ്സ് എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചതും യൂക്ലിഡാണ്. ഇനി ആർക്കിമിഡീസ് ആണെങ്കിൽ അദ്ദേഹം ഒരുപാട് തിയറീസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ മാത്സിനേക്കാളും ഗണിതശാസ്ത്രത്തിനേക്കാളും അദ്ദേഹം കൂടുതൽ സംഭാവന നടത്തിയത് എവിടെയാണ്? നമ്മുടെ സയൻസിലാണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിളൊക്കെ നമുക്ക് 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ട്. സോ അവിടുന്ന് വന്ന പ്രിൻസിപ്പിളാണ് ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. അദ്ദേഹം ഒരു മാത്തമാറ്റിക്സിനേക്കാളും കൂടുതൽ സംഭാവന നൽകിയത് ഫിസിക്സിലാണ് കേട്ടോ. നമ്മുടെ മാത്തമാറ്റിക്സിലും ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ സയൻസ് മേഖലയിലാണ് കൂടുതൽ സംഭാവനകൾ നൽകിയത്. പിന്നെയുള്ളൊരു വ്യക്തിയാണ് റെനെ ഡെക്കാർത്തെ. റെനെ ഡെക്കാർത്തയാണ് ഫാദർ ഓഫ് ഏൻഷ്യൻ ജോമെട്രി കേട്ടോ. കാരണം ഇവരെ രണ്ടും ചോദിച്ചപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഫാദർ ഓഫ് ഏൻഷ്യൻ ജോമെട്രി കേട്ടോ, ENCIENT കേട്ടോ. ഏൻഷ്യൻ ജോമെട്രിയുടെ പിതാവാണ് നമ്മുടെ റെനെ ഡെക്കാർത്തെ. അതുപോലെ തന്നെ നമ്മുടെ മോഡേൺ ജോമെട്രിയുടെ പിതാവാണ് യൂക്ലിഡ് കേട്ടോ. പിന്നെ രാമാനുജൻ സംഖ്യ 1729. അതുപോലെ തന്നെ പഠിച്ചിരിക്കേണ്ട മറ്റൊരു സംഖ്യയാണ് നമ്മുടെ ക്ലാപ്പേക്കർ സംഖ്യ കേട്ടോ. ക്ലാപ്പേക്കർ സംഖ്യ എന്ന് പറയുന്നത് 6174 കേട്ടോ. 6174 ക്ലാപ്പേക്കർ സംഖ്യ. 1729 രാമാനുജൻ സംഖ്യ. രാമാനുജൻ ദി മാൻ ഹൂ നോ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ജീവശാസ്ത്രം അദ്ദേഹത്തിൻ്റെയാണ്. യൂക്ലിഡ് ആണെങ്കിൽ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രന്ഥം എഴുതി. മോഡേൺ ജോമെട്രിയുടെ പിതാവാണ്. ആർക്കിമിഡീസ് കൂടുതലായിട്ടും എന്താണ് ഗണിതശാസ്ത്രത്തിനേക്കാളും കൂടുതലായിട്ടും നമ്മുടെ ഭൗതിക ശാസ്ത്രം എന്ന് പറഞ്ഞ ഫിസിക്സിലൊക്കെയാണ് കൂടുതലായിട്ടും സംഭാവനകൾ നടത്തിയത്. റെനെ ഡെക്കാർത്തെ ഏൻഷ്യൻ ജോമെട്രിയുടെ പിതാവാണ്. അതുപോലെ തന്നെ ക്ലാപ്പേക്കർ സംഖ്യയാണ് 6174 കേട്ടോ. ഇതെല്ലാം ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഈ പറഞ്ഞതെല്ലാം, അതുകൊണ്ടാണ് ഇവയെല്ലാം റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഓപ്ഷനിൽ ഇവന്മാർ കിടന്ന് കളിക്കുന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിഞ്ഞു പോകുന്നതിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശാസ്ത്രലോകത്തിലേക്കുള്ള കവാടവും താക്കോലുമാണ് ഗണിതം. ഈ വാക്കുകൾ ആരുടേതാണ്? ഇത് 2 തവണ ചോദിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള 2023 പരിശോധനയിലും ഇതേ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മാത്തമാറ്റിക്സ് ഇസ് ദി ഗേറ്റ് വേ ആൻഡ് കീ ടു ഓൾ സയൻസസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. അത് ആരുടെ വാക്കാന്ന് ചോദിച്ചാൽ റോജർ ബേക്കർ കേട്ടോ. റോജർ ബേക്കറിൻ്റെയാണ് ഈ വാക്കുകൾ. അതായത് ശാസ്ത്രലോകത്തിലേക്കുള്ള കവാടവും താക്കോലുമാണ് ഗണിതം എന്ന് പറഞ്ഞത് റോജർ ബേക്കറാണ് കേട്ടോ. അതേപോലെ ഫേമസ് ആയിട്ടുള്ള കോട്ടുകൾ നമ്മൾ പഠിച്ചിരിക്കണം. മോഡേൺ ജോമെട്രി ഓക്കെ ഉണ്ടോ പറഞ്ഞത് റോജൻ ബേക്കറാണ് കേട്ടോ. കേട്ടോ മാത്തമാറ്റിക്സ് ഇസ് ദി കീ, ഇറ്റ്സ് ഗേറ്റ് ആൻഡ് കീ ടു സയൻസസ്, ഓൾ സയൻസ്. ആരാണ് പറഞ്ഞത്? റോജൻ ബേക്കറാണ് ആ ഒരു വാക്ക് പറഞ്ഞത് കേട്ടോ. ഓക്കെ, വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഫേമസ് കോട്ട് അബൌട്ട് മാത്തമാറ്റിക്സ്. ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്ന 2-3 കോട്ട് എഴുതി നല്ലത് കേട്ടോ. അതായത് കണ്ടോ, മാത്തമാറ്റിക്സ് ഈസ് ഇൻ ഇറ്റ്സ് ഓൺ വേ ദി പോയട്രി ഓഫ് ലോജിക്കൽ ഐഡിയാസ് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ കേട്ടോ. മാത്തമാറ്റിക്സ് ഈസ് ഇൻ ഇറ്റ്സ് ഓൺ വേ ദി പോയട്രി ഓഫ് ലോജിക്കൽ ഐഡിയാസ് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ. ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഫേമസ് കോട്ടാട്ടോ. ഒരുപാട് ഇതിൽ എഴുതിയിട്ടുള്ള ഒരു കോട്ടാണ് ഈ പറഞ്ഞ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഈ ഒരു കോട്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരാൾ ഇവിടെ ഉണ്ട്. ആരാണ്? ഡാനിയ. ഫേമസ് ആയിട്ടുള്ള ആൾ ശകുന്തളാ ദേവി. വേണ്ട, ഇനി ചോദിച്ചാലും അല്ലേ. അതുപോലെ തന്നെ നിക്കോള ടെസ്ല. വേണ്ട.
ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല കേട്ടോ. മാത്തമാറ്റിക്സ് ഫോർ ലേസി പീപ്പിൾ അതൊക്കെ ഒരുമാതിരി എന്നാ പറയുന്നത്. ഓക്കെ, പിന്നെ റെനെ ഡെക്കാർത്ത് കേട്ടോ. ഉണ്ടോ, മാത്തമാറ്റിക്സ് ഈസ് എ മോർ പവർഫുൾ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് നോളജ് ദാൻ എനി അതർ ദാറ്റ് ഹാഡ് ബി കോർട്ടിയേറ്റഡ് ബൈ യൂസ് ബൈ ഹ്യൂമൻ ഏജൻസി. പറഞ്ഞത് റെനെ ഡെക്കാർത്തെ. അതൊക്കെ നോക്കിയിരിക്കണം, അവർ ഓപ്ഷൻ്റെ അകത്ത് അവന്മാരുള്ളതല്ലേ. സോ അവന്മാരുടെ കോട്ടുകളും അടുത്ത തവണ വേണം ചോദിക്കാം, അതുകൊണ്ട് അവയെ പറ്റി എഴുതിക്കണം. പൈതഗോറസ് പറഞ്ഞു കേട്ടോ. ദർ ഈസ് ഇൻ ജോമെട്രി ഓഫ് ഹമ്മിങ് ഓഫ് സ്ട്രിങ്സ് ദർ ഈസ് മ്യൂസിക് ദി സ്പേസ് ഓഫ് സ്പേസിങ് ഓഫ് ദി സ്പിയേഴ്സ്. പറഞ്ഞത് പൈതഗോറസ് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് നെറ്റിൽ കയറി തപ്പിയാൽ നമ്മുടെ ഇഷ്ടം പോലെ കോഴ്സുകൾ കിട്ടും. ഉണ്ടോ, പ്യുവർ മാത്തമാറ്റിക്സ് ഇറ്റ്സ് ഓൺ ബൈ ദി പോയട്രി ഓഫ് ലോജിക്കൽ ഐഡിയാസ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ട്. വീണ്ടും 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 ആവർത്തിച്ച് ചോദിക്കുന്ന ഒരെണ്ണമാണ്. സോ അത് എഴുതി വെക്കണം കേട്ടോ. ഒരുപാട് ആവർത്തി എന്താണ് ഇതിങ്ങനെ പലയിടത്തും ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവനെ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. അത് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ കേട്ടോ. അതുപോലെയുള്ള ഗലീലിയോ മാത്തമാറ്റിക്സ് ഇസ് ലാംഗ്വേജ് ഇൻ വിച്ച് ഗോഡ് ഹാസ് റിട്ടൺ ദി യൂണിവേഴ്സ് കേട്ടോ. ഉണ്ടോ, മാത്തമാറ്റിക്സ് ഇസ് ലാംഗ്വേജ് വിച്ച് ഗോഡ് ഹാസ് റിട്ടൺ ദി യൂണിവേഴ്സ്. പറഞ്ഞത് ഗലീലിയോ കേട്ടോ. ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്ന കോട്ടുകളാണ്. നമ്മൾ ഈ പറഞ്ഞ പിള്ളേരെയൊക്കെ നമ്മൾ രാവിലെ കോട്ടുകൾ പഠിപ്പിക്കണമെന്ന് പറയുന്നില്ല നമ്മുടെ അസംബ്ലിക്കൊക്കെ. അപ്പോൾ ഇങ്ങനത്തെയുള്ള കോട്ടുകളൊക്കെ വായിക്കാൻ നല്ലതാണ്, പിള്ളേർക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. ഓക്കെ, എടുക്കുന്ന ആർക്കിമിഡീസിൻ്റെ മറ്റൊരെണ്ണം. മാത്തമാറ്റിക്സ് റിലീവ്സ് ഇറ്റ്സ് സീക്രട്ട് ഓൺലി ടു ദോസ് ഹു അപ്രോച്ച് വിത്ത് പ്യുവർ ലവ് ഫോർ ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. പറഞ്ഞത് ആർക്കിമിഡീസ് കേട്ടോ. ഇങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ എഴുതി വെക്കുക. ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞതെല്ലാം തന്നെ എഴുതി വെക്കുക, അതിൽ നിന്ന് ചോദിക്കാനേ സാധ്യതകളുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ചോദിച്ചത് മാത്തമാറ്റിക്സ് കീ ടു ഓൾ ദി സയൻസസ് എന്ന് പറയുന്നത് നമ്മുടെ റോജർ ബേക്കർ ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്താണ് 2 തവണ ഇതിന് മുമ്പത്തെ പരീക്ഷയിൽ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിച്ചിരുന്നു കേട്ടോ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 0.03 ഗുണം 0.04 ഗുണം 0.05 ഡിവൈഡഡ് ബൈ 0.001 എത്രയാണ് ഉത്തരം വരേണ്ടത്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സിമ്പിളായിട്ട് ഉത്തരം കണ്ടുപിടിക്കാം. ഡെസിമൽ പ്ലേസിൻ്റെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ ഐഡിയ കിട്ടിയാൽ മതി. നോക്കി, ചോദ്യം ഇതാണ് 0.03 ഇൻറ്റു 0.04 ഇൻറ്റു 0.05 ഡിവൈഡഡ് ബൈ 0.001. ആദ്യമേ ചെയ്യേണ്ടത് ഡെസിമൽസിനെ മാറ്റി എന്ത് ചെയ്യണം, ദശാംശ സംഖ്യകളെ മാറ്റി നമ്മൾ സാധാരണ സംഖ്യകളിലേക്ക് കൊണ്ടുവരണം. സാധാരണ സംഖ്യയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ തന്നെയാണ് 3 ഗുണം, ഇവിടെയോ 4 ഗുണം, ഇവിടെ ആകുമ്പം 5 ഗുണം. ഇനിയും എത്ര ഡെസിമൽസ് പുറകോട്ട് വന്നു നോക്കി, 1, 2, 3, 4, 5, 6 പ്ലേസ് എന്തിൻ്റെ 10ൻ്റെ സ്ഥാനം അല്ലേ. 10⁻⁻6 ഡിവൈഡഡ് ബൈ 1 ഗുണം എത്ര സ്ഥാനം പുറകോട്ട് വന്നു, 1, 2, 3. സോ 10⁻⁻3. മുകളിൽ 10⁻⁻6, താഴെ 10⁻⁻3. 2 കൂട്ടർ തമ്മിൽ വെട്ടിപ്പോകും. മാറിയുന്ന 3 പോയാൽ എത്ര കിട്ടും, -3 വേണം നമുക്ക് കിട്ടാൻ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറി 3 ഗുണം 5 ഗുണം 4 ഗുണം 10⁻⁻3 ഡിവൈഡ് ബൈ 1. താഴെ 1 കടന്നാൽ മേളിലത്തെ ഉത്തരം തന്നെയല്ലേ വരേണ്ടത്. ഏത് സംഖ്യ 1 കൊണ്ട് ഹരിച്ചാലും അതേ ഉത്തരവേ കിട്ടത്തുള്ളൂ. അപ്പോൾ നോക്കി നമുക്ക് ഉത്തരം എത്ര കിട്ടും, I4 20, 23 60, 60 ഇൻറ്റു 10⁻⁻3 ആണ് ഉത്തരം വരേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തില്ല. പകരം എന്നാ ഉണ്ട്, ഡെസിമൽ ഇട്ടുള്ള വാല്യൂ ഉണ്ട് അല്ലേ. നമ്മൾ ഇട്ട പോലെ തന്നെ നേരെ പുറകോട്ട് ഇടുക. 10⁻⁻3യെ 60 കൊണ്ട് ഇടുക. 3 പ്ലേസ് പുറകോട്ട് പോകണം എന്നാണ് പറയുന്നത് അല്ലേ. 60ൻ്റെ 3 പ്ലേസ് എങ്ങോട്ട് വരണം, പുറകോട്ട് വരണം. ഡെസിമൽ പ്ലേസ് എണ്ണുക 1, 2, മൂന്നാമത്തെ പ്ലേസിൽ ഒരു 0 കൊടുക്കുക, പോയിന്റ് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടി ഉത്തരം, 0.060. ഓപ്ഷൻ സിയിലുണ്ട് നമ്മുടെ ഉത്തരം. കണ്ടോ, പെട്ടെന്ന് കണ്ടുപിടിച്ച് കണ്ടോ, അല്ലാതെ കുത്തിരി ചെയ്തുകൊണ്ട് നോക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കണം, ഇത് ചെയ്യുമ്പോൾ കാരണം ഡെസിമൽ പ്ലേസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ ഉത്തരം മൊത്തത്തിൽ തെറ്റും. തന്നെയല്ല ഇവിടെ കണ്ടോ എല്ലാം 60ആയിട്ട് ബന്ധപ്പെട്ട ഉത്തരം കണ്ടോ, എല്ലാം 0.6ആയിട്ട് ബന്ധപ്പെട്ട ഉത്തരവാണ്. അപ്പോൾ ഓർത്തിരിക്കണം. എന്താണ് ചെയ്തത് ഒന്നുകൂടി വേണേൽ കാണിച്ചു തരാം. വളരെ ഈസിയാണ്. ഡെസിമൽ പ്ലേസ് മാത്രമേ കൗണ്ട് ചെയ്തുള്ളൂ. ഒരു തവണ വേണേൽ കാണിച്ചു തരാം. ഡൗട്ട്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നോക്കി എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ, 0.03 ഇൻറ്റു 0.04 ഇൻറ്റു 0.05 ഡിവൈഡഡ് ബൈ 0.001. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യണം, ഉത്തരം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എഴുതി ഇച്ചിരി ഡിലേ ആവില്ല അല്ലേ. ഇപ്പോൾ വന്നില്ലല്ല. യെസ്, നമ്മൾ ഇതിനെ മാറ്റണം. എങ്ങനെ മാറ്റണം, ദശാംശ സംഖ്യകളെ മൊത്തത്തിൽ
സാധാരണ നമ്പേഴ്സിലേക്ക് അല്ലെങ്കിൽ നോർമൽ നമ്പേഴ്സിലേക്ക് മാറ്റി ചെയ്യുന്നതാണ് എപ്പോഴും എളുപ്പം കേട്ടോ. സാധാരണ ഇതിലേക്ക് 0.03 സാധാരണ മാറ്റാൻ ആഴെയുള്ളൂ 3 ഗുണം 0.04 4 ഗുണം 0.05 5 ഗുണം നമ്മൾ എന്തുകൂടി എടുക്കണം, ഇട്ട പോയിന്റിന് അതേപടി എഴുതണം. എത്ര പോയിന്റ് മാറ്റി? 1 2 3 4 5 6 പോയിന്റ് നമ്മൾ മൊത്തം മാറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 10 പുറകോട്ടാണ് -6 അല്ലേ, പുറകോട്ടാണ് ഡെസിമൽ സംഖ്യകൾ ഇടുന്നത്. ഡിവൈഡഡ് ബൈ താഴെയുള്ളത് 0.001 1 ഗുണം എത്ര പ്ലേസ് മാറ്റി? 1 2 3 10⁻³ 10⁻6 മുകളിൽ 10⁻³ താഴെ. നമുക്കറിയാം 3 പോയിന്റ് തമ്മിൽ വെട്ടിപ്പോവും. 3 0 മുകളിലും താഴെയും വെട്ടത്തില്ലേ. അപ്പോൾ താഴെയുള്ള -3 മൊത്തം വെട്ടിപ്പോയി, മുകളിലുള്ള വെട്ടിപ്പോയാൽ 10⁻³ ആയിട്ട് മാറി. കാരണം -6 നിന്ന് +3 ആയിട്ട് മാറുമ്പോൾ എന്താണ് 3 പോയിന്റ് പുറകോട്ട് മാറും. അപ്പം ഉത്തരം എങ്ങനെ മാറി? 3 ഗുണം 4 ഗുണം 5 ഗുണം 10⁻³ ഡിവൈഡഡ് ബൈ 1. താഴെ 1 വന്നുകൊണ്ട് പിന്നെ നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മുടെ ഹരിക്കുമ്പോൾ താഴെ 1 കിടന്നുകൊണ്ട് യാതൊരു പ്രയോജനം വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് മുകളിലുള്ളവരെ മാത്രം എഴുതാം. 3 ഗുണം 4 ഗുണം 5 ഗുണം 10⁻³ ഇല്ലേ. ഇനി ഇവനെ ചുമ്മാ ചെയ്താൽ മതി. I4 20 20 ഗുണം 3 എത്രയാണ്? 60 കിട്ടും. 60 × 10⁻³ നമുക്ക് കിട്ടി. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ഉത്തരത്തിലില്ല. പകരം എന്ത് ചെയ്യണം? നമ്മൾ ഈ ഇട്ട -3 നേരെ പുറകോട്ട് ഈ എടുത്തവനെ അതേപടി തിരിച്ചിട്ട് കൊടുത്താൽ മതി. 60 എന്ന് എഴുതുക, 3 പോയിന്റ് പുറകോട്ട് പോവുക അല്ലേ. 10⁻³ എന്ന് വെച്ചാൽ 3 പോയിന്റ് പുറകോട്ട് പോവുക. 1 പോയിന്റ് പോയി, 2 പോയിന്റ് പോയി, 3 പോയിന്റ് പോകാനില്ലെങ്കിൽ 0 ഇട്ട് കൊടുക്കുക. 3 പോയിന്റ് പോയി, അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ആര് വരും? ഡെസിമൽ വരും. സോ 0.060 എന്ന് പറഞ്ഞ ഉത്തരം വരും. ഓപ്ഷനിൽ അതുണ്ടോ നോക്കുക, കറപ്പിക്കുക, അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. കണ്ടോ, എളുപ്പമാണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യന് നമ്മൾ എന്താണ് നമ്മുടെ ആൻസർ കീക്കകത്ത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിങ്ങൾക്ക് പരീക്ഷയ്ക്കകത്ത് ഒക്കെ ഇടുന്നതാണ്. സോ അത് ചെയ്ത് പഠിക്കുക. ഡെസിമൽ വാല്യൂസിലുള്ള കണക്ക് ചെയ്യാൻ വരും. കാരണം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നോ, 5ാം ക്ലാസ് തൊട്ട് ഈ പറഞ്ഞ കോൺസെപ്റ്റ് കയറി വരുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് കുറച്ചുകൂടി കട്ടിയാക്കി കേട്ടോ, കുറച്ചുകൂടി കട്ടിയാക്കി. നേരത്തേലും കുറച്ചുകൂടി NCERT സിലബസിലേക്കൊക്കെ മാറുന്ന ഒരു പ്രതിഫലനം കാണുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മളും അനുസരിച്ച് മാറണം കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ 7234 8764 9768 എന്നീ സംഖ്യകളുടെ തുകയിൽ നിന്നും ഏത് സംഖ്യ കുറച്ചാൽ 19876 കിട്ടും? ഒരു വഴിയില്ല, കൂട്ടി നോക്കാനേ വഴിയുള്ളൂ. കൂട്ടി നോക്കിക്കൂ, തുക എത്ര കിട്ടുമെന്ന് കമൻറ്റ് ചെയ്തോ. കമൻറ്റ് ചെയ്യും പെട്ടെന്ന്. ഏഴായിരത്തി 234 8764 9768 തമ്മിൽ കൂട്ടുക. ഉത്തരം എത്രയെന്ന് കമൻറ്റ് ചെയ്യുക പെട്ടെന്ന്. ഓക്കെ, ഞാനും എഴുതാം ഇവിടെ. 7234 പ്ലസ് 8764 പ്ലസ് 9768. എത്രയാണ് സമ്മ് കിട്ടിയത്? തുക എത്ര കിട്ടി? ആർക്കെങ്കിലും കിട്ടിയോ തുക? ചെയ്യുന്നേ ഉള്ളൂ. ചെയ്തു. ഞാൻ ചെയ്യുന്നതായിട്ട് ശരിയാണോ നോക്കണമല്ലോ. ഓക്കെ, 4 4 8 8 16 6 ഇഷ്ടം 1 6 6 12 3 15 1 16 6 ഇഷ്ടം 1 7 14 5 15 2 17 7 ഇഷ്ടം 1 9 10 10 8 18 18 2 25 25 766 ആണോ സമ്മ് കിട്ടിയത്? ആണോ? 25766 സമ്മ് കിട്ടിയോ? കിട്ടിയോ? അതോ ഇല്ലേ? സമ്മ് കിട്ടിയോ? കാരണം ആ തുകയിൽ നിന്ന് വേണം നമുക്ക് എന്ത് കുറയ്ക്കാൻ. ഇനി ഓപ്ഷനിൽ നിന്നുള്ളവന്മാർ ഓരോരുത്തരെ കുറയ്ക്കണം. ഏത് സംഖ്യ കുറയ്ക്കണം ചോദിച്ചു. കണ്ടോ, 1 2 3 4 5 ഇട്ട് നമ്മൾ നോക്കണം. കണ്ടോ, ഈ കൊച്ചിന് ഇവിടെ നിന്നിട്ട് കണ്ടോ 26556. കൊച്ചു എന്നാ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കൊച്ചു ഒരുപാട് ശിഷ്ടമൊക്കെ എടുത്തിട്ടുണ്ട്. കണ്ടോ 27776 വരേണ്ടടുത്ത് 25726 വന്നത്. കണ്ടോ, കൊച്ചിൻ്റെ തെറ്റാ ഉത്തരം. എന്തേലും ആട്ടെ. അപ്പോൾ ഇതാണ് ഉത്തരം വരുന്നത് അല്ലേ. 25766 ഉത്തരം കിട്ടി. ഇനി അതിന് ഏത് സംഖ്യ കുറയ്ക്കണമെന്നാണ് ഓപ്ഷൻ ഒന്നാമത്തേന് ഇട്ട് നോക്കണം. 25766 മൈനസ് ഒന്നാമത്തെ ഓപ്ഷൻ ആരാണ്? 5890 ഇട്ട് നോക്കുവാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ആദ്യമേ കിട്ടും. 6ൽ നിന്ന് 0 പോയാൽ എത്ര കിട്ടും? 6 കിട്ടും അല്ലേ.
അടുത്തത് 6ൽ നിന്ന് 9 പോകത്തില്ല, കടമെടുക്കണം. ഇവിടെ 6 ആകും, ഇവിടെ 16 ആകും. 16ൽ നിന്നും 9 പോയാൽ എത്ര കിട്ടും? 9 1 10 6 16, സോ 7 കിട്ടും അല്ലേ. അടുത്തത് 6ൽ നിന്ന് 8 പോകത്തില്ല, വീണ്ടും കടമെടുക്കണം. ഇവിടെ 16 ആയി, ഇവിടെ 4 ആയി. 16ൽ നിന്നും 8 പോയാൽ 8 8 16, സോ 8 കിട്ടും. 4ൽ നിന്ന് 5 പോകത്തില്ല, കടമെടുക്കണം. ഇവിടെ 1 വരും, ഇവിടെ 14 വരും. 14ൽ നിന്ന് 5 പോയാൽ എത്ര കിട്ടും? 5 5 10 4 14, സോ 9. അടുത്തത് ഈ 1 എഴുതാനൊന്നുമില്ല, അതേപടി എഴുതണം. ഇതല്ലേ നമുക്ക് വേണ്ടത്. കണ്ടോ, 19 876 ഇത് കിടക്കുന്നുണ്ടോ, 19 876. സോ ആരെയാണ് കുറയ്ക്കേണ്ടത്? 5890. കിട്ടിയില്ലേ? പെട്ടെന്ന് ചെയ്യാം. ഇത് ഇച്ചിരി സമയം പോകുന്നതുകൊണ്ടാണ് ഓപ്ഷൻ എ തന്നെ ഉത്തരം കിട്ടിയത് കേട്ടോ. എയിലല്ലേ ബിയിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റിന് ഉത്തരം കിട്ടും. നിങ്ങളല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇച്ചിരി പാടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എയിലും ബിയിലും ഉത്തരം കിട്ടും. സിയും ഡിയിലോട്ടും പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്, കാരണം കംപ്ലൈൻറ്റ് വരുമല്ലോ. അതുകൊണ്ട് കേട്ടോ, കിട്ടിയില്ലേ ഉത്തരം? എളുപ്പമുള്ളൊരു കണക്കാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ കിട്ടിയാൽ ചെയ്ത് നോക്കണം കേട്ടോ. പക്ഷെ ഇങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ, ഇതൊക്കെ തെറ്റാണ്. കേട്ടോ, കൊച്ചു ചെയ്യുന്നതിനകത്ത് എന്തൊക്കെ തെറ്റുണ്ട്. പ്ലേസ് വാല്യൂ അനുസരിച്ച് എഴുതണം. അതായത് 10ൻ്റെ ഒറ്റയുടെ 10 10 100 1000 പ്ലേസ് വാല്യൂ അനുസരിച്ച് വേണം സംഖ്യകൾ എഴുതാൻ, അല്ലെങ്കിൽ തെറ്റും. കണ്ടോ, ഇവിടെ കണ്ടോ, പ്ലേസ് വാല്യൂ അനുസരിച്ചല്ല എഴുതിയതാണ് ഈ കൊച്ചിന് തെറ്റിയത് കേട്ടോ. അങ്ങനെ ടെൻഷൻ അടിച്ച് കൂട്ടുന്നതുകൊണ്ടാണ് തെറ്റിപ്പോയത്. ചിലപ്പോൾ 2 സംഖ്യ എടുത്ത് കൂട്ടിയിട്ട് അടുത്ത സംഖ്യ എടുത്ത് കൂട്ടിയപ്പോൾ വന്നാൽ തെറ്റുവാണ് കേട്ടോ. 3 സംഖ്യ ഒരുമിച്ച് കൂട്ടാം, നമ്മൾ വലിയ പിള്ളേരല്ലേ, അങ്ങനെ കൂട്ടാം കേട്ടോ. അല്ലെങ്കിൽ 2 സംഖ്യയായിട്ടും കൂട്ടിയിട്ടാണല്ലോ വീണ്ടും ഉത്തരം എടുക്കാൻ നോക്കി, വീണ്ടും വീണ്ടും സമയം നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ 3 ഒരുമിച്ചിട്ട് കൂട്ടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കെയർഫുള്ളായിട്ട് കൂട്ടുക. അങ്ങനെ ചെയ്താൽ ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താം കേട്ടോ. പിന്നെ കൂട്ടുമ്പോൾ എപ്പോഴും നമ്മൾ 10ൻ്റെ സ്ഥാനത്തിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ നോക്കുക. ബാക്കി എത്ര കൂട്ടിയാൽ മതി നോക്കുക. ഞാൻ കൂട്ടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എപ്പോഴാണെങ്കിലും നമ്മൾ 10ൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് അടുത്തേക്ക് നമ്മൾ ക്രാക്ക് ചെയ്യാൻ നോക്കുക. അതൊരു മൈൻഡ് കാൽക്കുലേഷനാണ് കേട്ടോ. 10ലേക്ക് വന്നാൽ പെട്ടെന്ന് അടുത്ത നമ്പറിലേക്ക് 10ൻ്റെ കൂടെ 6 കൂട്ടിയാൽ 16, 10ൻ്റെ കൂടെ 7 കൂട്ടിയാൽ 17 കണ്ടോ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇടുവാണെങ്കിൽ 8ഉം 4ഉം 4ഉം കൂട്ടണം കണ്ടോ. 4 4 കൂട്ടിയാൽ 8ആണ്, 8 8 16 പെട്ടെന്ന് അറിയാം. പെട്ടെന്ന് മേളിൽ എഴുതി. ഇനി 6 6 12, 12 3 15 1 16 6 ഇഷ്ടം 1 എന്ന് പറഞ്ഞ് പെട്ടെന്ന് എഴുതാം. 7 7 14 എളുപ്പമുള്ളവരെ പെട്ടെന്ന് കൂട്ടിപ്പോവുക. 14 2 16 1 17 7 ഇഷ്ടം 1. അടുത്ത് നോക്കിയോ, 9 1 കൂട്ടിയാൽ 10 കിട്ടും അല്ലേ. 10 കിട്ടും 18, 18ൻ്റെ 7ൽ നിന്ന് 2 ഇങ്ങോട്ട് വന്നാൽ 20ആയി. പിന്നെ പോയിട്ട് 5 അവിടെ മിച്ചമുള്ളൂ, 25 കണ്ടോ. അങ്ങനെ പെട്ടെന്ന് കൂട്ടണം, അല്ലാതെ വെല്ലും കൈയും കാലും എടുത്ത് കൂട്ടാനുള്ള സമയമില്ല നമുക്ക്. ആകെപ്പാടെ ഒരു ക്വസ്റ്റിന് 1 മിനിറ്റേ കിട്ടത്തുള്ളൂ. ആ രീതിയിലൂടെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഇവിടെ ഉത്തരം വരേണ്ടത് 58 90. വീണ്ടും പറയുന്നത് 10ൻ്റെ സ്ഥാനത്തേക്ക് എഴുതാതെ നമുക്കൊരു ഉത്തരം പെട്ടെന്ന് നമുക്ക് കിട്ടും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ടീച്ചിങ് മാനുവലിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്? വളരെ ഒരു നല്ല ക്വസ്റ്റ്യനാണ്. നമ്മുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. എന്താണ് ഈ ടീച്ചിങ് മാനുവൽ? ഈ ടീച്ചിങ് മാനുവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ടീച്ചിങ് മാനുവൽ എഴുതുന്ന പോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ മുഖേന നമ്മൾ എഴുതുന്നതാണ് ഈ ടീച്ചിങ് മാനുവൽ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ യൂട്യൂബ് ഡയറക്റ്റ് ചെയ്യുന്ന ലിങ്ക് കാണും, വീഡിയോസ് നമുക്ക് ആഡ് ചെയ്യാം, ഫോട്ടോസ് നമുക്ക് ആഡ് ചെയ്യാം. നമ്മളൊന്നും വരച്ച് ചെയ്യേണ്ട കാര്യങ്ങളില്ല. അതായത് ഡയഗ്രാംസും വെൻ ഡയഗ്രവും ചാർട്ട് ഡയഗ്രവും ചാർട്ടും അതിലുള്ള പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോസ് അടക്കം നമുക്ക് അതിൻ്റെ അകത്ത് ഹൈപ്പർ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന എന്താണെന്ന് ചോദിച്ചു നോക്കിയേ. ഒരു സാധാരണ ടീച്ചിങ് മാനുവൽ DTP ചെയ്ത് തയ്യാറാക്കിയാൽ ഈ ടീച്ചിങ് മാനുവലായി. തെറ്റാണ് പറഞ്ഞത്. DTP എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ നമ്മളിപ്പോൾ ഈ ഒരു പേജിനെ മൊത്തത്തിൽ നമ്മൾ DTP എന്ന് പറഞ്ഞാൽ ചെറുതാക്കുക. അതായത് കണ്ടില്ല, ഇങ്ങനെ നമ്മൾ ഉണ്ടോ തീരെ ചെറുതാക്കുക. ഉണ്ടോ, ഇതിപ്പോൾ നിങ്ങൾക്ക് വല്ല വായിക്കാൻ പറ്റുന്നുണ്ടോ? തീരെ ചെറുതാക്കി ഇല്ലേ. അപ്പോൾ ഇങ്ങനെ ചെറുതാക്കി നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിന് പറഞ്ഞ പേരാണ് DTP. നമ്മുടെ കോപ്പി അടിക്കുന്ന പിള്ളേരൊക്കെ ഈ പരിപാടി ചെയ്യുന്നത്. അതായത് ഒരു പേജിനെ മൊത്തം എടുത്ത് DTP എടുത്ത് ചെറിയ രീതിക്ക് എടുത്തുകൊണ്ട് പോകും. അതിനാണ് DTP എന്ന് പറയുന്നത് കേട്ടോ. അതിനെയാണ് ടീച്ചിങ് മാനുവൽ. അതൊരിക്കലും ഈ ടീച്ചിങ് മാനുവലല്ല കേട്ടോ. അടുത്തത്, ഡീറ്റെയിൽ വിവരങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് ഈ ടീച്ചിങ് മാനുവൽ ആവശ്യമുള്ളത്. തെറ്റ്. ഡീറ്റെയിൽ വിവരങ്ങൾ കൂടുതൽ ആഡ് ചെയ്യാനായിട്ടാണ് എന്ത് വരുന്നത്, ഈ ടീച്ചിങ് മാനുവൽ, ഇൻ്റർനെറ്റ് ബേസ്ഡ് ടീച്ചിങ് മാനുവൽ നമ്മൾ കൊണ്ടുവരുന്നത്. സോ അത് തെറ്റാണ്. അടുത്തത്, ഡീറ്റെയിൽ ക്ലാസ് മുറിക്ക് അനുയോജ്യമായ ഡീറ്റെയിൽ രീതിയിൽ ഇലക്ട്രോണിക് വിഭവങ്ങൾ ചിട്ടയായി ക്രമപ്പെടുത്തി പഠന പ്രവർത്തനങ്ങൾ ക്രമത്തിൽ ലിങ്ക് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഈ ടീച്ചിങ് മാനുവൽ. കറക്റ്റാണ് പറഞ്ഞത് അല്ലേ. എന്താണ് ഉണ്ടോ, ഡീറ്റെയിൽ ക്ലാസ് മുറിക്ക് അനുയോജ്യമായ രീതിയിൽ ഇലക്ട്രോണിക് വിവരങ്ങൾ ചിട്ടയായി ക്രമപ്പെടുത്തി പഠന വിവരങ്ങൾ ക്രമത്തിൽ ലിങ്ക് ചെയ്തൊരു പ്രോഗ്രാമാണ് ഈ ടീച്ചിങ് മാനുവൽ. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത് നോക്കിയേ, ഈ ടീച്ചിങ് മാനുവലിലെ വിലയിരുത്തൽ രേഖപ്പെടുത്താൻ ലിഖിതമോ ഡീറ്റെയിലോ ആയ സങ്കേതങ്ങൾ ലഭ്യമല്ല. പിന്നെ കമ്പ്യൂട്ടർ ഇതിനകത്തിനെ ഇരിക്കുന്നത്. സോ അതും തെറ്റാണ് പറഞ്ഞത് കേട്ടോ. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം വരേണ്ടത്. നിങ്ങൾ ഈ ടീച്ചിങ് മാനുവൽ കണ്ടിട്ടുണ്ടോ? ഈ ടീച്ചിങ് മാനുവൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ ഇല്ലയോ? പെട്ടെന്ന് പറ, ഇല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കാം. അതിന് വേണ്ട ETM ഇവിടെ ഞാൻ കണ്ടേക്കും. ETM
കണ്ടിട്ടില്ല. വെരി ഗുഡ്. അങ്ങനെ തന്നെ വേണം കേട്ടോ. കാണിക്കാൻ ഞാൻ ഒരെണ്ണം ETM ഏതെങ്കിലും ഒരെണ്ണം കണ്ടേക്കും ഇതിൻ്റെ അകത്ത്. ഇല്ലല്ലേ. ETCമാരിൽ കാണിച്ചു തരാം. അതായത് നമ്മുടെ ഫോട്ടോസും നമ്മൾ സാധാരണ എഴുതുന്ന സാധനം തന്നെ, പക്ഷേ അതിൻ്റെ അകത്ത് ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്യും. എന്തൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലിങ്കും ഹൈപ്പർ ലിങ്കും ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്നതാണ് ഈ ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്നത് കേട്ടോ. കേട്ടിട്ട് ഓക്കെ TM ഇങ്ങനെ തപ്പാൻ പോയ മൊത്തം TM. ഓക്കെ, നമുക്ക് സമഗ്രയെ കയറി നോക്കാം. നമുക്ക് സാധനമല്ലേ കിടക്കുന്നത്, അല്ല പിന്നെ. ഓക്കെ, സമഗ്ര. ഓക്കെ, ലോഗിൻ. ഇല്ല, ആരാ? ടീച്ചർ പ്ലാൻ. ഇവിടെ ഏതെങ്കിലും തപ്പി നമുക്ക് ETM കിട്ടും. ഉണ്ടോ? എല്ലാം നമുക്ക് എംബോർഡിനകത്ത് ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ഇതിന് പറയുന്ന പേരാണ് ETM കേട്ടോ. ഓക്കെ, 4ാം ക്ലാസ്സിൽ ഞാൻ ചുമ്മാ ചോദിച്ചത് കേട്ടോ. ഉണ്ടോ? ഇത് കിടക്കുന്നുണ്ട്. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് മൈക്രോ പ്ലാനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് നമുക്ക് ഈ എൻട്രി ആക്ടിവിറ്റി കണ്ടോ, നമ്മൾ ഈ സാധാരണ എഴുതുന്ന കാര്യങ്ങൾ തന്നെ കണ്ടോ നമുക്ക് ടൈപ്പ് ചെയ്ത് നമ്മുടെ ഏത് ക്ലാസ്സിലായിട്ട് ടപ്പ് ചെയ്ത് ഇതിൻ്റെ അകത്ത് കിട്ടും, സമഗ്രയ്ക്കകത്ത് കേട്ടോ. സമഗ്ര കിട്ടണമെങ്കിൽ നിങ്ങൾ എംപ്ലോയി ആയിരിക്കണം, എന്നാൽ മാത്രമേ സംഭവം കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ ടീച്ചർമാരിൽ എഴുതത്തില്ലേ, ആ സാധനങ്ങൾ തന്നെ ഇതിനകത്ത് ആഡ് ചെയ്ത് വരും. ഇത് ആഡ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫോട്ടോസും വീഡിയോസും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കണ ലിങ്കും ഒക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊണ്ട് ഡയറക്റ്റ് ചെയ്ത് വെക്കും കേട്ടോ. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ETM എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു ETMന് എക്സാമ്പിളാണ്. നമുക്ക് ഏത് ക്ലാസ്സിൽ വേണം എടുക്കാം. ഇതുപോലെ 5ാം ക്ലാസ്സിലെ ഏതാ, മലയാളമോ ഇംഗ്ലീഷോ, മലയാളം വേണം എടുത്ത് കാണിക്കാം, മലയാളമോ ഇംഗ്ലീഷോ ഏത് വേണമെങ്കിൽ നമുക്ക് തപ്പിയാലും ഇങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ. ഓരോ കാര്യങ്ങൾ നമുക്ക് യൂണിറ്റ് പ്ലാൻ പുതിയതായിട്ട് വന്നിട്ടില്ല കേട്ടോ, ഇതിനകത്ത് ക്രിയേറ്റ് ആയിട്ടില്ല. പഴയ ക്ലാസ്സിൻ്റെ തപ്പിയിൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടിയേക്കും. ഓക്കെ, ഇതിൻ്റെ മലയാളം നോക്കിയാൽ കിട്ടും. 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയോണ്ടേ ഉണ്ട്, ഇതിൻ്റെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ടോ. ഇതെല്ലാം ടീച്ചിങ് മാനുവല്ല, കാരണം നമ്മൾ എഴുതുമല്ലേ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ സാധനങ്ങൾ എടുത്ത് നമ്മൾ നേരെ എടുത്ത് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, നമ്മുടേതായിട്ടുള്ള ആശയങ്ങളിലേക്ക് നമ്മൾ മാറ്റുക. അത്രയുള്ള പരിപാടി ഉണ്ടോ. പ്രവേശക പ്രവർത്തനം പിടിച്ചേക്കിയാൽ ഉണ്ടോ ഓരോ കാര്യങ്ങൾ നമുക്ക് കിട്ടും. നമ്മൾ സാധാരണ പേപ്പറിൽ എഴുതുന്ന പോലെ തന്നെ ഉണ്ടോ. കുട്ടികളോട് കാണിച്ചിരിക്കുക നിർദ്ദേശിക്കുന്നു, ഭാവന പറഞ്ഞാൽ ഓഡിയോ കേൾപ്പിക്കുന്നു. അപ്പോൾ ഈ ഓഡിയോ കേൾപ്പിക്കും, ഇവിടെ നമുക്ക് ഓഡിയോയുടെ ലിങ്ക് നമുക്ക് ആഡ് ചെയ്യാം ഉണ്ടോ. കേൾക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ മനസ്സിൽ കാണുന്നു. അതായത് ഓഡിയോ കേൾപ്പിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെ നമുക്കിത് മാറ്റി കണ്ടോ. കടങ്കഥ JPG കണ്ടോ, ഇത് പിടിച്ച് നോക്കിയാൽ കടങ്കഥയിലോട്ട് പോകുന്നുണ്ടോ. കണ്ടോ, ഈണത്തിൽ തുല്ല് നോക്കണ്ടോ. കണ്ടോ, അടുത്തത് ഇതിൻ്റെ കണ്ടോ നിറം, അതിനെ പിടിച്ച് നോക്കിയാൽ ഡയറക്റ്റ് ചെയ്താൽ അങ്ങോട്ട് ഡയറക്റ്റ് ആവും കണ്ടോ, ഓട്ടോമാറ്റിക്കലി. ഓക്കെ, അടുത്തത് കണ്ടോ വർണ്ണന, അങ്ങോട്ട് പോകുന്നുണ്ടോ അതിനെപ്പറ്റി പുൽപ്പഴപ്പ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് തന്നെ ക്ലിക്കായി പോകും. നമ്മുടെ ടീച്ചർമാരിനകത്ത് ആ പരിപാടി പറ്റുമോ, ഇല്ല. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റുന്നതാണ് ETM എന്ന് പറയുന്നത് കേട്ടോ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഏതോ കാര്യമാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ടീച്ചർമായിട്ട് തയ്യാറാക്കാം കേട്ടോ. ടീച്ചർമാരിൽ കിട്ടണമെങ്കിൽ നിങ്ങളൊരു എംപ്ലോയി ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ID പാസ്വേഡ്, സമഗ്രയ്ക്ക് ഒരു ID പാസ്വേഡ് ഉണ്ട്, അത് കിട്ടിയാൽ കാര്യം കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ, തിരനോട്ടം PNG കണ്ടോ, ഇതൊക്കെ തബല MP4 കിട്ടിയാൽ നമുക്ക് തബല കൊട്ടുന്ന MP4 വീഡിയോ അവിടെ തന്നെ ഡയറക്റ്റ് പ്ലേ ആകും കണ്ടോ. ഇവിടെ നമുക്കിത് പ്ലേ ആക്കി എടുക്കാം. ഇവിടെ കണ്ടോ, ഇപ്പോൾ തിരനോട്ടം എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ അതിലേക്ക് ഡയറക്റ്റ്, അത് ആ ലിങ്കിൻ്റെ അകത്തുള്ളത് കണ്ടോ. അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ഇത് ആർക്ക് കിട്ടിയാലും ജസ്റ്റ് ഒരു ലിങ്കിൻ്റെ കാര്യമുള്ളൂ, ക്ലിക്ക് ചെയ്താൽ അങ്ങോട്ട് ഡയറക്റ്റ് ആവും. GMനുള്ള പാട്ട് എന്ന് പറഞ്ഞൊരു പാട്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ. അത് യൂട്യൂബ് ലിങ്ക് ആയിരിക്കും കൂടുതലായിട്ടും വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്വയമേ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടീച്ചിങ് മാനുവലിൽ നിന്ന് അങ്ങോട്ട് ഡയറക്റ്റ് ആവും. അപ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടത് കമ്പ്യൂട്ടർ മുഖേനയുമാണ് കേട്ടോ. ആ കാര്യം ഓർത്തിരിക്കണം. ചെണ്ട കൊട്ടുന്നു, അതിൻ്റെ താളവും ഇതൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നെറ്റിൻ്റെ ഇച്ചിരി ഡിലേ അവിടെ കിടന്ന് കറങ്ങിയിരിക്കുന്നത് കേട്ടോ. അത് ഓട്ടോമാറ്റിക്കലി അവിടെ പ്ലേ ആയിട്ട് മാറും. അതാണ് ഇവിടെ സംഭവം നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെയാണ് ഈ ടീച്ചർമാർ ഇനി കണ്ടില്ല കേട്ടില്ല എന്ന് പറയില്ല, എല്ലാ കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ പാസ്സായാൽ മാത്രം മതി കേട്ടോ. ഇത് ചിലപ്പോൾ ഇവിടെ പ്ലേ ആവുമായിരിക്കും എന്തെങ്കിലും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്ലേ ആക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് വട്ടം ചോദിച്ച ചോദ്യമാണ്, ഹൈപ്പർ ലിങ്കുകൾ എങ്ങനെ നമുക്ക് ടീച്ചർമാരിനകത്ത് ആഡ് ചെയ്യും, അറിയാവോ? ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യുന്നത് ഇച്ചിരിയൊക്കെ കമ്പ്യൂട്ടറൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ, ടീച്ചർമാരായാൽ. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാവോ? കാണിച്ചു തരാം. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ
ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞ സംഭവം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ലിങ്ക് നമുക്കൊണ്ട് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ പേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇടയില്ല. അപ്പോൾ നമുക്കൊരു ലിങ്ക് പോലെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അതിനാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കൺട്രോൾ എച്ച് അടിച്ചാൽ മതി. ഉണ്ടോ? കൺട്രോൾ എച്ച് അടിക്കാൻ നമുക്ക് എവിടെയാണ് ഹൈപ്പർ ലിങ്ക് വേണ്ടതെന്ന് നമുക്കുള്ള ഒരു കമാൻഡ് വരും. അല്ലെങ്കിൽ ഇവിടെ കണ്ടോ ക്രിയേറ്റ് ലിങ്ക് PDF കമാൻഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് PDF ആയിട്ടും നമ്മുടെ ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടെങ്കിൽ PDF ഒക്കെ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്തിടാം, ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നമുക്ക് ടൈപ്പ് ചെയ്തും അല്ലാതെയും വീഡിയോ ആയിട്ട് ഓഡിയോ ആയിട്ടൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ല, അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇതിനകത്ത് കയറ്റിയിട്ട് നമ്മൾ ക്രിയേറ്റ് ആക്കി എടുക്കുന്ന ഗൂഗിൾ ഫോമിൻ്റെ അകത്ത് കയറ്റി. അപ്പോൾ അതുപോലെ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചാൽ എളുപ്പമാണ്. നിങ്ങളുടെ എല്ലാ പേപ്പറും എഴുതി നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള എളുപ്പ വഴികൾ നമ്മൾ കണ്ടെത്തി അതിലേക്ക് ചെയ്യാനായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഈ ടീച്ചർ മാനുവൽ പറഞ്ഞ സംഭവം അത്രയേ ഉള്ളൂ. എന്താണ് നമ്മുടെ സാധാരണ ടീച്ചർ മാനുവലെ നമ്മൾ കുറച്ചുകൂടി എന്താണ് വിപുലമാക്കി അതിനകത്ത് കാണിക്കേണ്ട വീഡിയോസ്, ഓഡിയോസ്, പിക്ചേഴ്സ് ഇതെല്ലാം നമ്മൾ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്ന് ലിങ്കുകൾ ആഡ് ചെയ്ത് അതിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതാണ് ഈ ടീച്ചർ മാനുവൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 41 അല്ലേ, 45 വരെ പറഞ്ഞിട്ട് നിർത്താം, പകുതിയാവുമല്ലോ. ഓക്കെ, 270 മാങ്ങകൾ 2 പെട്ടികളായി അടുക്കി വെച്ചിരിക്കുന്നു. ഒന്നാമത്തെ പെട്ടിയിലുള്ളതിനേക്കാൾ 14 മാങ്ങകൾ രണ്ടാമത്തെ പെട്ടിയിൽ കൂടുതലാണ് എങ്കിൽ രണ്ടാമത്തെ പെട്ടിയിലെ മാങ്ങയുടെ എണ്ണം എത്ര? കണ്ടോ, കൊച്ചി ഇവിടെ 2 പെട്ടി വരച്ച് 270 14 കൂടുതൽ. നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡാണ്, അങ്ങനെ ചെയ്യണ്ട. 270 മാങ്ങകൾ എവിടെയുണ്ട്? 2 പെട്ടിയിലായിട്ടുണ്ട് ഇല്ലേ. ഒന്നാമത്തെ പെട്ടിയിലുള്ളതിനേക്കാൾ എന്താണ് 14 മാങ്ങ രണ്ടാമത്തെ പെട്ടിയിൽ കൂടുതലായിട്ട് ഉണ്ട് താൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അറിയാത്തവനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഒന്നാമത്തെ പെട്ടിയെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. എക്സ് ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ പെട്ടി കേട്ടോ, ഒന്നാമത്തെ പെട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്? 2 പെട്ടിയുണ്ട് അല്ലേ. അപ്പോൾ ഈ എക്സും രണ്ടാമത്തെ പെട്ടിയുടെ ഗുണം എന്താണ്? എക്സിനേക്കാളും 14 മാങ്ങ കൂടുതലുണ്ട്. സോ എക്സ് പ്ലസ് 14 എത്രയാണ് കിട്ടേണ്ടത്? 270 കിട്ടണം ഇല്ലേ. ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പെട്ടി, ഈ എക്സും 14 കൂട്ടുന്നത് രണ്ടാമത്തെ പെട്ടി, ശരിയല്ലേ? നോക്കിയേ, 270 മാങ്ങകൾ 2 പെട്ടിയിലാക്കിയുണ്ട്. ഒന്നാമത്തെ പെട്ടിയിലുള്ളതാണ് എക്സ് മാങ്ങ, രണ്ടാമത്തെ പെട്ടി എന്താണ്? ഒന്നിനേക്കാൾ 14 മാങ്ങ കൂടുതലുണ്ട്. അപ്പം എക്സും എക്സ് പ്ലസ് 14 കൂട്ടിയാൽ എത്ര കിട്ടണം? 270 മാങ്ങ നമുക്ക് കിട്ടണം. മുമ്പ് ചെയ്ത പോലെ തന്നെ എത്ര എക്സ് ഉണ്ട് മൊത്തം? 2x പ്ലസ് 14 ഈക്വൽ ടു 270. 2xൻ്റെ വില 14 ഈക്വൽസ് ആൻഡ് അപ്പുറം ആകുമ്പോൾ പ്ലസ്സിലാണ്, മൈനസ് ആയിട്ട് മാറും. സോ 270 മൈനസ് 14 ഇല്ലേ. അപ്പോൾ 2xൻ്റെ വില 270 നിന്നും 14 പോയാൽ 10 4 പോയാൽ 6. സോ പിന്നെ 10 കൂടി കുറച്ചാൽ 256 അല്ലേ, 256. അപ്പോൾ 2xൻ്റെ വിലയെന്ന് പറയുന്നത് എത്രയാണ്? 256. എക്സിൻ്റെ വിലയെന്ന് പറയുന്നത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽസ് ആൻഡ് അപ്പുറം ആകുമ്പോൾ ഡിവിഷനായിട്ട് മാറും. സോ 256/2 ഹരിച്ച് നോക്കണം. 256/2 വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം. എന്താണ്? 200ൻ്റെ അകത്ത് 2 100 വട്ടം, 56ൻ്റെ അകത്ത് 2 എത്രയാണ്? 28 2 56 അല്ലേ. അപ്പോൾ 128 ഉത്തരം വരട്ടെ, നമുക്ക് നോക്കാം, സംശയം വേണ്ടല്ലോ. 256/2 1 2 2 5 ഇറക്കി എഴുതണം. 4 വട്ടം അടങ്ങിയാൽ അല്ലേ, അല്ല 2 വട്ടം അടങ്ങിയാൽ, ഓക്കെ 2 വട്ടം അടങ്ങിയാൽ 4. ശിഷ്ട 1 6നെ ഇറക്കി എഴുതണം. 16ൽ എത്ര 2 ഉണ്ട്? 8 2. സോ 128 ഒന്നാമത്തെ പെട്ടിയിലുണ്ട് അല്ലേ. എക്സിൻ്റെ വിലയാണ് 128 കിട്ടിയത്. അപ്പോൾ ഒന്നാമത്തെ പെട്ടിയാണ് എക്സ് എന്ന് വിളിച്ചത്. നമുക്ക് വേണ്ട എത്രയാ? രണ്ടാമത്തെ പെട്ടിയിലെ എണ്ണമാണ് വേണ്ടത്. അപ്പം എക്സിൻ്റെ കൂട്ടത്തിൽ 14 കൂട്ടിയാൽ എത്ര കിട്ടത്തുള്ളൂ? നമ്മുടെ രണ്ടാമന് കിട്ടത്തുള്ളൂ അല്ലേ, രണ്ടാമനെ കിട്ടത്തുള്ളൂ. അപ്പം 128ൻ്റെ കൂട്ടത്തിൽ 14 കൂട്ടണം. 8 4 12 2 ഇഷ്ടം 1, 2 1 3 1 4, 1 അതേപടി 142 മാങ്ങയാണ് എവിടെയുള്ളത്? രണ്ടാമത്തെ പെട്ടിയിൽ ഉള്ളത്. കണ്ടോ, എളുപ്പമല്ലേ? കണ്ടോ കണ്ടുപിടിച്ചത്? ഈ രീതിയിലൂടെ കണ്ടുപിടിക്കാൻ ട്രയൽ മെത്തേഡിലേക്ക് പോയാൽ കാരണം ഒരുപാട് നേരം എടുക്കും കേട്ടോ. വേണ്ടാത്ത പരിപാടികളൊന്നും ചെയ്തുകൊണ്ടിരിക്കല്, സമയം പോകുന്ന വഴി അറിയത്തില്ല കേട്ടോ. 142 മാങ്ങയാണ് രണ്ടാമത്തെ പെട്ടിയിൽ ഉള്ളത്. ഒന്നാമത്തെ പെട്ടിയിൽ 128 അതിനേക്കാളും 14 കൂടുതലാണെന്ന് പറഞ്ഞു. സോ 142 അടുത്തുള്ളത് കേട്ടോ. ഓക്കെ, ചില ബിരുദന്മാരെന്നെ എടുക്കും ട്രയൽ മെത്തേഡ് 126ൻ്റെ കൂട്ടത്തിൽ 14 കുറച്ചുള്ള നമ്പർ നോക്കി 270 കിട്ടുമെന്ന് നോക്കണം. സമയം പോകുന്ന വഴി അറിയത്തില്ല കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. യുക്തിപൂർവ്വം ചിന്തിച്ച് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. യെസ്, അടുത്തത് നമ്മൾ പഠിച്ചതാണ് ഫിബൊനാച്ചി സീരീസ് അല്ലേ. നോക്കിക്കേ, തന്നിരിക്കുന്നവയിൽ ഫിബൊനാച്ചി ശ്രേണിയിലെ വിട്ടുപോയ 2 സംഖ്യകൾ ഏതൊക്കെ? കൊച്ചു ചെയ്തിരിക്കുന്നുണ്ടോ? ഓരോ നമ്പറും എടുത്തെഴുതി ചെയ്തിരിക്കുന്നു. എൻ്റെ ദൈവമേ,
ചെറുക്കൻ്റെ കാര്യം എല്ലാം വെട്ടിക്കളയോ കേട്ടോ. ഇതൊന്നും നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ ഈ മെത്തേഡൊന്നും പ്രാക്ടീസ് ചെയ്യരുത്. ഫിബൊനാച്ചി സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അടുത്ത നമ്പർ തമ്മിൽ കൂട്ടി കൂട്ടി കിട്ടുന്നതാണ് അടുത്ത നമ്പർ വരേണ്ടത് അല്ലേ? സിമ്പിളായിട്ട് പറഞ്ഞാൽ നോക്കിയേ, 1 0 കൂട്ടിയാൽ എത്രയാണ്? 1. അടുത്തത് 2 1 കൂട്ടിയാലോ 3, 3 2 കൂട്ടിയാലോ 5, 5 3 കൂട്ടിയാലോ 8, 8 5 കൂട്ടിയാലോ 13, 13 8 കൂട്ടിയാലോ 21, 21 13 കൂട്ടിയാലോ 34. കണ്ടോ, അടുത്തടുത്ത 2 നമ്പറിനെ കൂട്ടുമ്പോൾ എന്നാ കിട്ടും? നമ്മുടെ വരേണ്ട നമ്പർ കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ ആരാ വരേണ്ടത്? 34 21 കൂട്ടണം അല്ലേ? 34 + 21, 4 1 5, 3 2 5, 55 ഒരു നമ്പർ വന്നു. ഇവിടെ കൊണ്ട് 55 ഉള്ള ഒരു നമ്പറേ ഉള്ളൂ. ഇവനായിരിക്കും ഉത്തരം വരേണ്ടത്. കറപ്പിച്ചിട്ട് പോകാം, ഇനി സംശയം ചേർക്കാം, ഒന്നുകൂടി നോക്കാം. ഇവിടെ നമുക്ക് 55 കിട്ടിയേ. അടുത്ത 89 തന്നിട്ടുണ്ട്. അടുത്ത 89ഉം 55ഉം കൂട്ടണം. 9 1 10 4 14 1, 8 2 10 3 13 14, 144 ഇവിടെ വരും അല്ലേ? 144 ഇവിടെ കിട്ടി. ഓക്കെ, 144ഉം 55ഉം. ഇനി ഇവനെ തമ്മിൽ കൂട്ടിയാൽ 231 കിട്ടുമെന്ന് നോക്കിയേ. 144 + 89 അല്ലേ? നോക്കിയേ, 9 1 10 3 13 1, 8 2 10 2 12 13 3 1, 1 1 2. കണ്ടോ, 233. അപ്പം ഈ സംഖ്യ കറക്റ്റാണ്. ആദ്യമേ തന്നെ 55 കിട്ടിയാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഉത്തരത്തിലേക്ക് പോകാം. 55ഉം 144. കാരണം 54 55 56 57 55 അല്ലേ ഉള്ളൂ അവിടെ. അപ്പോൾ അവനാണ് ഉത്തരം വേണ്ടത്. ഓർത്തിരിക്കണം, ഫിബൊനാച്ചി സീരീസ് എന്ന് പറഞ്ഞാൽ സീരീസിനത് പഠിപ്പിച്ചാണ് 2 നമ്പർ അടുത്തടുത്തുള്ളതിനെ കൂട്ടുമ്പോൾ അടുത്ത നമ്പർ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. ഉണ്ടോ, 1 0 കൂട്ടിയാൽ 1 അടുത്ത നമ്പർ കിട്ടി. പിന്നെ 1 1 കൂട്ടുമ്പോൾ 2 അടുത്ത നമ്പർ കിട്ടി. 2 1 കൂട്ടുമ്പോൾ 3 അടുത്തവനെ കിട്ടി. 3 2 കൂട്ടുമ്പോൾ 5 അടുത്തവനെ കിട്ടി. 5 3 കൂട്ടുമ്പോൾ 8 അടുത്തവനെ കിട്ടി. 8 5 കൂട്ടുമ്പോൾ 13. കണ്ടോ, അങ്ങനെ അടുത്തടുത്തുള്ളവരെ കൂട്ടി പോയാൽ നമുക്ക് പുതിയ നമ്പർ കിട്ടും. പുതിയ നമ്പറും വീണ്ടും അടുത്തുള്ള നമ്പറും കൂട്ടുമ്പോൾ അടുത്ത നമ്പർ കിട്ടും. അങ്ങനെ പോകുന്നതാണ് ഫിബൊനാച്ചി സീരീസ് കേട്ടോ, അല്ലെങ്കിൽ ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്നത്. 43ാമത്തെ ക്വസ്റ്റ്യൻ, ജാമിതീയ പഠനത്തിൽ വാൻ ഹെയ്ലി മുന്നോട്ട് വെച്ച ഘട്ടത്തിൽ പെടാത്തതേത്? പഠിക്കേണ്ടതാണ്, ഒരുപാട് ആവർത്തി ചോദിച്ചതാണ്. എന്താണ് ജാമിതീയ ഘട്ടത്തിൽ നമ്മുടെ വാൻ ഹെയ്ലി പറയുന്നത്? നോക്കി പ്രൈമറി ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ജാമിതിയുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കളും അവയുടെ ആകൃതിയും കുട്ടി പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതായത് കുട്ടിക്ക് വീടിൻ്റെ ഷേപ്പും കതകിൻ്റെ ഷേപ്പും കുട്ടി കളിക്കുന്ന ബോളിൻ്റെ ഷേപ്പും അവൻ ഉപയോഗിക്കുന്ന ബാറ്റിൻ്റെ ഷേപ്പും അവൻ കൊണ്ടുവരുന്ന ബോക്സിൻ്റെ ഷേപ്പും അവൻ്റെ ഇരിക്കുന്ന ഡെസ്കിൻ്റെ ഷേപ്പും അവൻ കിടന്നുറങ്ങുന്ന കട്ടിലിൻ്റെ ഷേപ്പും ഇങ്ങനെ പല ഷേപ്പുകൾ അവൻ കണ്ടിട്ടുണ്ട് അല്ലേ? അതിനെ നിരീക്ഷിക്കാനും വരയ്ക്കാനും അവയെ തൊട്ടറിയാനുള്ള ധാരാളം അവസരങ്ങൾ കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ അനുഭവങ്ങളിൽ നിന്നാണ് ജാമിതീയ പഠനം ആരംഭിക്കേണ്ടത്. ജാമിതീയ പഠനത്തിന് വിവിധ ചിന്തകളും ധാരാളം രീതികളും ഇതിനകം ഉടലെടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിന്തയാണ് വാൻ ഹെയ്ലി എന്ന ഗണിതശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെച്ച 5 രൂപങ്ങൾ. 5 രൂപങ്ങൾ ഓർത്തിരിക്കണം. ഒന്നാമത്തേത് ദൃശ്യവൽക്കരണം അഥവാ വിഷ്വലൈസേഷൻ. വാൻ ഹെയ്ലി കണ്ടുപിടിച്ച ഒന്നാമത്തെയാണ് ദൃശ്യവൽക്കരണം. രണ്ടാമത്തേത് വിശകലനം. മൂന്നാമത്തേത് വേർതിരിച്ചെടുക്കൽ. നാലാമത്തേത് ഉദ്ഗ്രഥനം. അഞ്ചാമത്തേത് ചിന്തയുടെ കാഠിന്യം. ഇതിൽ എന്താ ചോദിച്ചത്? ഇതിൽ ഉൾപ്പെടാത്ത ഏത്? ഉണ്ടോ? ദൃശ്യവൽക്കരണമുണ്ട്, വേർതിരിച്ചെടുക്കലുണ്ട്, ചിന്തയുടെ കാഠിന്യമുണ്ട്, ഗസ് ആൻഡ് ചെക്ക് ഇല്ല. ഊഹിക്കലും പരിശോധിക്കലും നമ്മൾ ക്ലാസ് മുറിയിൽ ചെയ്യുന്നത് കേട്ടോ. ഉത്തരം തെറ്റിയാൽ നമ്മൾ പറയത്തില്ല, ഊഹിച്ചൊന്നും എഴുതാൻ പറയത്തില്ലേ. അപ്പോൾ അതാണ് ഊഹിക്കലും പരിശോധന ഉള്ളത്. സോ ഇവിടെ ഘട്ടത്തിൽപ്പെടാത്ത ഏതാണ്? നമ്മുടെ ഊഹിക്കലും പരിശോധിക്കലും. സോ എഴുതി വെച്ചോ, വാൻ ഹെയ്ലിയുടെ 5 കാര്യങ്ങൾ: ദൃശ്യവൽക്കരണം, വിശകലനം, വിഷ്വലൈസേഷൻ, അനാലിസിസ്, വേർതിരിച്ചെടുക്കൽ, അബ്സ്ട്രാക്ഷൻ, പിന്നെയുള്ളത് ഉദ്ഗ്രഥനം, സിന്തസിസ്, പിന്നെയുള്ളത് റിഗർ അല്ലെങ്കിൽ ചിന്തയുടെ കാഠിന്യം കേട്ടോ. ഈ കാര്യം പഠിക്കണം. പെഡഗോഗിയാണ് അതിൽ നിന്ന് വന്ന ചോദ്യം കേട്ടോ. ഇത് ഓരോന്നും എന്താണെന്ന് പെട്ടെന്ന് പറഞ്ഞു തരാം. കുട്ടി കാണുന്നതിനെ ആദ്യം തിരിച്ചറിയാൻ ശ്രമിച്ചാൽ അത് ദൃശ്യവൽക്കരണം കേട്ടോ. പിന്നെ അതിനെ വിശകലനം ചെയ്യണം. ആ രൂപത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. അതിന് എത്ര സൈഡുണ്ട്, എത്ര മൂലയുണ്ട്, അതിന് എത്ര വശങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന് വശങ്ങളില്ലാത്ത രൂപമാണോ, ഇങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ അത് വിശകലനം. ഇനി വേർതിരിച്ചെടുക്കുക, അതായത് ഇപ്പോൾ വട്ടത്തെയും അതുപോലെ തന്നെ ട്രയാങ്കിളിനെയും ത്രികോണത്തെയൊക്കെ വേർതിരിച്ചെടുക്കാൻ എളുപ്പമാണ് അല്ലേ? അതായത് മൂലകളില്ല വട്ടത്തിന്, മറ്റേതിന് മൂലകളുണ്ട്. അങ്ങനെയുള്ള വേർതിരിച്ചെടുക്കാനായിട്ട് കുട്ടികളെ കൊണ്ട് സാധിക്കണം. പിന്നെയുള്ളത് ഉദ്ഗ്രഥനം. നമ്മൾ മുമ്പ് പഠിച്ച പോലെ നമ്മുടെ കുട്ടികൾ കൂടുതലായിട്ട് ഗ്രഹിക്കും. അതായത് ഓരോരോ സ്റ്റെപ്പുകൾ ഓരോ കുട്ടികൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഉദ്ഗ്രഥനം. പിന്നെയുള്ള ചിന്തയുടെ കാഠിന്യം, അതായത് പുതിയ രീതിയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു മേഖലയിലേക്ക് കുട്ടി വളർന്നു വരികയാണ് ചിന്തയുടെ കാഠിന്യത്തിലൂടെ സംഭവിക്കുന്നത്. ക്ലിയറായോ? ഇതാണ് നമ്മുടെ വാൻ ഹെയ്ലി കൊണ്ടുവന്ന 5 ഘട്ടങ്ങൾ കേട്ടോ. ഓക്കെ.
അങ്ങനെയാണെങ്കിൽ 10 6 അല്ലേ? രണ്ടെണ്ണം കൂടി പറയട്ടെ, കുഴപ്പമില്ലല്ലോ. 2 ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. 45 ആക്കിയിട്ട് നിർത്താം. എസ് മാക്സ് അല്ല, ഇച്ചിരി പതുക്കെ പോകത്തുള്ളൂ. നോക്കിയേ, 100 മീറ്റർ ദൂരം ബിജു 10 സെക്കൻഡ് കൊണ്ടും പ്രശാന്ത് 12.5 സെക്കൻഡ് കൊണ്ട് ഓടും. ബിജു ഫിനിഷ് ചെയ്യുമ്പോൾ പ്രശാന്ത് എത്ര സെക്കൻഡ് പുറകിലായിരിക്കും? കണ്ടോ? അതായത് നമ്മുടെ ഓട്ട മത്സരത്തിലെ ബിജു അതുപോലെ തന്നെ പ്രശാന്ത് ഓടുകയെന്ന് വിചാരിക്കുക. ബിജു 10 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓട്ടമാണ് ഇവർ ഓടുന്നത് കേട്ടോ. അങ്ങനെ ചിന്തിച്ച് നോക്കിയേ, 100 മീറ്റർ ഓട്ടം, ഇത് പ്രശാന്ത്, ഇത് ആരാണ്? ബിജു. ഇവർ രണ്ടും ഓടുവാണ്. ഇവിടെ വരെയാണ് നമ്മുടെ ഫിനിഷിംഗ്. ഇത് പ്രശാന്ത്, ഇത് പ്രശാന്ത്, ഇത് ബിജു. ഓക്കെ, എന്താ സംഭവിച്ചത്? ബിജു 10 സെക്കൻഡ് കൊണ്ട് ഇത് ഫിനിഷ് ചെയ്തു. 10 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടി. പക്ഷേ 12.5 സെക്കൻഡ് നമ്മുടെ ആളെടുത്ത് വീണ്ടും ഓടുവാണ്. 12.5 സെക്കൻഡ് ഓടുവാണ്. അതായത് ബിജു ഫിനിഷ് ചെയ്യുമ്പം പ്രശാന്ത് 12.5 സെക്കൻഡ് പുറകിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യം എന്താണ്? ബിജു ഫിനിഷ് ചെയ്യുമ്പോൾ പ്രശാന്ത് എത്ര മീറ്റർ പുറകിലായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എളുപ്പം കണ്ടുപിടിക്കുക. എന്താണ്? ബിജു 100 മീറ്ററിൽ ഓടുമ്പോൾ അല്ലേ, 100 മീറ്റർ ബിജു 10 സെക്കൻഡ് കൊണ്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബിജുവിൻ്റെ സ്പീഡ് എത്രയായിരിക്കും? ബിജുവിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്, ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡാണ്. അപ്പോൾ എന്താണ്? 0 വെട്ടിപ്പോയാൽ 10 മീറ്റർ പെർ സെക്കൻഡാണ് ആരുടെ സ്പീഡ്? ബിജുവിൻ്റെ സ്പീഡ്. ഇനി അടുത്ത ആരുടെ സ്പീഡ് കണ്ടുപിടിക്കണം? നമ്മുടെ പ്രശാന്തിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കണം. പ്രശാന്ത് 100 മീറ്റർ ഓടാൻ അല്ലേ, 100 മീറ്റർ ഓടാനായിട്ട് എത്രയുണ്ട്? 12.5 സെക്കൻഡിലാണ് പ്രശാന്ത് ഓടി വരുന്നത്. അപ്പം 100 മീറ്റർ ഓടാനായിട്ട് 12.5. അപ്പോൾ പ്രശാന്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് 100 തന്നെ, സ്പീഡ് വരുമ്പോൾ 12.5 ആണ്. 100നെ 12.5 കൊണ്ട് ഭാഗിക്കണം. എത്ര കിട്ടും? വരച്ചു നോക്കൂ. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ വന്നാൽ അതേപടി എടുത്ത് ഗുണിക്കുക. 100 ഭാഗം 125. 125 കൊണ്ട് ഭാഗിക്കാൻ 100നെ പറ്റത്തില്ല, 0 ഇട്ട് കൊടുക്കുക. ആര് വരും? 125 ഇൻറ്റു 8 നോക്കാം അല്ലേ? 125 ഇൻറ്റു 8 നോക്കിയേ. 8 40 0 ഇഷ്ടം 4, 8 8 16 4 20 0 ഇഷ്ടം 2, 8 2 10. കറക്റ്റ് കിട്ടി. സോ 8 ആണ് ഇവിടെ വരേണ്ടത്. അപ്പം ബിജുവിൻ്റെ സ്പീഡ് എത്രയാണ്? പ്രശാന്തിൻ്റെ സ്പീഡ് 8 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഒരാൾ 10 മീറ്റർ പെർ സെക്കൻഡ്, ഒരാൾ 8 മീറ്റർ പെർ സെക്കൻഡിലുമാണ് ഓടുന്നത്. ചോദ്യം എന്താണ്? ഇവരെത്ര മീറ്ററിലേക്ക് വരണം? ഉണ്ടോ? 8 മീറ്റർ പെർ സെക്കൻഡും 10 മീറ്റർ പെർ സെക്കൻഡുമാണ് ഉള്ളത്. അപ്പം ബിജു നോക്കിക്കേ, ബിജു 10 മീറ്റർ പെർ സെക്കൻഡ് ഓടിയാൽ 10 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഫിനിഷ് ചെയ്യും. ബിജു 8 മീറ്റർ പെർ സെക്കൻഡിൽ 12.5 മീറ്ററിൽ സ്പീഡിൽ അല്ലെങ്കിൽ 12 മീറ്റർ സെക്കൻഡ് കൊണ്ടാണ് 100 മീറ്റർ ഫിനിഷ് ചെയ്യുന്നത്. അപ്പം ബിജുവിലേക്ക് നമുക്ക് ഇവനെ കൊണ്ടുവരാം. നോക്കിയേ, 8 മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പം നമ്മുടെ 10 അല്ലേ ശരിക്കുള്ള 10 സെക്കൻഡ് അല്ലേ വേണ്ടത്. അപ്പം 8 ഗുണം 10 അല്ലേ? 8 ഗുണം 10. ബിജു 100 മീറ്റർ 10 സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പ്രശാന്ത് എത്ര മീറ്റർ ഫിനിഷ് ചെയ്യും? നമുക്കറിയാം 10 ഗുണം 8 ചെയ്താൽ മതി അല്ലേ? 10 ഗുണം 8 ചെയ്യുമ്പോൾ എത്രയാണ്? 8 ഗുണം 10 ചെയ്യുമ്പോൾ 80 മീറ്ററാണ് ഇവൻ ഫിനിഷ് ചെയ്യുന്നത്. ബിജു 100 മീറ്റർ ഫിനിഷ് ചെയ്യുമ്പോൾ പ്രശാന്തിന് 80 മീറ്ററേ ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എത്ര മീറ്റർ പുറകിലാണ്? 100 മീറ്റർ ഫിനിഷ് ചെയ്യുമ്പോൾ 80 മീറ്ററേ നമ്മുടെ പാവം പ്രശാന്തിന് പറ്റത്തുള്ളൂ. അപ്പം 20 മീറ്റർ പുറകിലാണ് ആര്? നമ്മുടെ പ്രശാന്ത് ഓടുന്നത്. കണ്ടോ? അതായത് ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ ഇട്ടുള്ളതാണ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞ ഇക്വേഷൻ മാത്രമേ ഇട്ടുള്ളൂ. അതിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? പ്രശാന്തിൻ്റെ സ്പീഡ് കണ്ടുപിടിച്ചു. അവിടുന്ന് പ്രശാന്ത് സഞ്ചരിക്കുന്ന ദൂരം കണ്ടുപിടിച്ചു. പ്രശാന്തിൻ്റെ ദൂരം എത്രയാണ്? 12.5 മീറ്റർ പെർ സെക്കൻഡിൽ അവൻ 8 മീറ്റർ പെർ സെക്കൻഡിൽ 12.5 സെക്കൻഡിൽ ഓടിയാൽ അവൻ 80 മീറ്റർ എത്തിച്ചേരത്തുള്ളൂ. സോ നമ്മുടെ ബിജു ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രശാന്ത് 20 മീറ്റർ പുറകിലാണ്. 80 മീറ്റർ വരെ ആയുള്ളൂ. ഇനി 20 മീറ്റർ കൂടി ഓടിയാൽ അവന് ഫിനിഷ് ചെയ്യേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ 100 ൽ 80 കുറച്ചാൽ എത്ര കിട്ടും? 20 മീറ്റർ കിട്ടും. അതാണ് ഉത്തരം വരേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കൂടി പറയാം. 45 എണ്ണം 60 എണ്ണത്തിലുള്ള പകുതി നിർത്താം. ഗണിത പഠന സമീപനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? അപ്രോച്ച് ഓഫ് വിച്ച് ഈസ് നോട്ട് ദ അപ്രോച്ച് ഓഫ് മാത്തമാറ്റിക്കൽ ലേണിംഗ്. പ്രവർത്തനാധിഷ്ഠിതം വേണ്ടതാണ്. വിവർജന ചിന്ത വേണ്ടതാണ്. ചിന്തയെക്കുറിച്ചുള്ള ചിന്ത വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മുടെ ചിന്തയെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ NCF ഒക്കെ മുൻപോട്ട് വെക്കുന്ന മെറ്റാ തിങ്കിങ് ഒക്കെ അതും വേണ്ടതാണ്. ആവർത്തന പഠനം അത് വേണ്ട കേട്ടോ, ഓർത്തിരിക്കണം. നമ്മുടെ ഗണിത പഠന സമീപനങ്ങളിലുള്ളവയാണ് പ്രവർത്തനാധിഷ്ഠിതം, പ്രക്രിയാബന്ധിതം, ശിശു കേന്ദ്രീകൃതം, വിവർജന ചിന്ത, എന്താണ് നമ്മുടെ ചിന്തയെക്കുറിച്ചുള്ള ചിന്ത. അതായത് ഒന്ന് ചിന്തിച്ചു അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിക്കുക, അതിനാണ് ചിന്തയെക്കുറിച്ചുള്ള ചിന്ത. ഇതെല്ലാം നമ്മുടെ എന്താണ് ഗണിത പഠന സമീപനവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ആവർത്തന പഠനം അല്ലെങ്കിൽ റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഗണിത പഠന സമീപനവുമായി ബന്ധമില്ലാത്തതാണ് കേട്ടോ.
സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരവായിട്ട് വരേണ്ടത്. സോ 45 വരെ നമ്മൾ ചെയ്തു, ഓർത്തിരിക്കണം. ബാക്കിയുള്ള 15 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, എല്ലാത്തിനും തന്നെ ഉത്തരം കിട്ടും. കാറ്റഗറി 1, 2 ഒക്കെ നമ്മുടെ ഒരു 8ാം ക്ലാസ് വരെയുള്ള സിലബസിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. വളരെ എളുപ്പമാണ്, ചെയ്ത് പഠിക്കണം. കണ്ടോ, ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെയ്ത് പഠിക്കുക കേട്ടോ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. യെസ്, ചെയ്ത് പഠിച്ച് നോക്കണം കേട്ടോ. തന്നെ ചെയ്ത് നോക്കണം, സ്വയമേ ചെയ്ത് നോക്കണം. തെറ്റുകൾ വരുത്തിയിട്ട് ക്ലാസ്സിൽ കയറാമെങ്കിൽ ഐഡിയ കിട്ടും എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഐഡിയ ക്ലാസ്സിൽ കൂടുതൽ എളുപ്പമായിരിക്കും കേട്ടോ. യെസ്, അപ്പം താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.